മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് ഈ പ്രദേശം ആ പാലം കണ്ടപ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കാണ് മോർണിംഗ് വൈബ്സ് ഉള്ളത് വലിയ തുറയിലാണ്. വലിയ തുറ ഈ തീരം ഒരുപക്ഷെ അങ്ങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ തീരമൊക്കെ ഇവിടെ അടുത്താണ്. ഈ കടലൊക്കെ തന്നെ ഞാൻ ഇവിടെ നിന്നപ്പോൾ തന്നെ പലവട്ടം ആ തീരം ആഞ്ഞു കയറി വരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഇവിടുത്തെ ഒരു മത്സ്യബന്ധനം, ഇവിടുത്തെ ആളുകളുടെ അനുഭവങ്ങൾ, ഇവരുടെ പ്രശ്നങ്ങൾ, ഒപ്പം അവരുടെ വർത്തമാനം, വാർത്തകൾ എല്ലാമായിട്ട് മോർണിംഗ് വൈബ്സ് ഇങ്ങനെ തുടരും ലൈവായി തന്നെ. എന്നാലും വലിയ തുറയിലെ കാഴ്ചകളുമായിട്ടാണ് മോർണിംഗ് വൈബ്സ് ഇന്ന് ചേരുന്നത്. വലിയ തുറയിൽ ഒരുപാട് പേർ രാവിലെ തന്നെ ഇപ്പോൾ സജീവമായി ഈ മത്സ്യബന്ധനത്തിന്റെ ആളുകൾ പോയി വന്നവർ, കടലിൽ പോയി മീൻ പിടിച്ച് വന്നവരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ ഇങ്ങനെ ആ ഒരു ബോട്ടിലാണെങ്കിൽ ഇപ്പോൾ മീനൊക്കെ വേർതിരിക്കുകയാണ്. കുറച്ച് കണവയുണ്ട്, മറ്റൊരു മീൻ അതിന്റെ പേര് എനിക്കറിയില്ല എങ്കിൽ പോലും ഒന്ന് നോക്കാം. എന്താണെങ്കിലും രാവിലെ തന്നെ സജീവമാണ്. ചേട്ടാ ഏതാ മീൻ ഏതാ മീനൊക്കെ? കണവയും കണവയും കൊയ്യാളയും കീരിച്ചാളയും ഉണ്ട്. കണവയും കൊയ്യാളയും കീരിച്ചാളയും കണവയും കൊയ്യാളയും കീരിച്ചാളയും. ഇത് വേർതിരിച്ചിട്ട് എങ്ങോട്ട് കൊടുക്കും? ശീലമുണ്ട്, വേറെ ഒരു ഓലക്കണവ അതാണോ ടേസ്റ്റ്? അതാണ് നല്ലത്. ടേസ്റ്റ് കഴിക്കാനായിട്ട് നല്ല ഇതാണ്. തോരൻ വെച്ച് കഴിക്കാം, പിന്നെ ഫ്രൈ ചെയ്യാം, എല്ലാം കൂടെ നമുക്ക്. ഇത് എങ്ങനെ കൊടുക്കാനായിട്ട് എവിടെ പോവാ? അവിടെ കൊണ്ട് വിൽക്കും. അവിടെയാണ് കൊണ്ട് വിൽക്കുന്നത്. ഓക്കെ. അപ്പൊ എന്നാലും ഇതൊരു ഒരു ബോട്ടിലെ കാഴ്ചയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരുപാട് പേർ നമ്മളോടൊപ്പം ഇനി ചേരും. ഇവർ പലരും നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ തുറയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് മോർണിംഗ് വൈബ്സ് ഇന്ന് സജീവമാകാൻ പോകുന്നത്. നമ്മൾ കണ്ടതുപോലെ ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ അത് നിരവധിയായിട്ടാണ്. ഈ മൺസൂൺ സമയത്ത് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ, മത്സ്യബന്ധനത്തിന് അവർ നേരിടുന്ന വെല്ലുവിളികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിച്ചിട്ട് ചേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. പേര്? ചേട്ടൻ ഇപ്പോൾ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് വരുന്ന എത്ര മണിക്ക് പോയി? ഞാൻ വൈകിട്ട് 4 മണിക്ക് പോയതാ. ഇങ്ങനെ പണ്ടത്തെ പോലെ മീനൊക്കെ ഉണ്ടോ? മീനേ ഇല്ല കടലിൽ, യഥാർത്ഥം പറയണമെന്നുണ്ടെങ്കിൽ നശിച്ചു പോവുകയാണ് മീനെല്ലാം. പോയപ്പോ ഒന്നും കിട്ടുന്നില്ല. പോയ എല്ലാ ആൾക്കാർക്കും എണ്ണയും പെട്രോളും എന്ന കടത്തിലാണ് വന്നിരിക്കുന്നത്. ഈ ബോട്ട് ചേട്ടൻ ഇപ്പൊ നമ്മൾ കണ്ടേ? ആണോ? ഇപ്പൊ നമ്മളിപ്പോ കണ വേണ്ട ബോട്ട് ചേട്ടൻ അതിന്റെ എന്തൊക്കെ കിട്ടിയെന്ന്? അതില് അവര് മറ്റേ വലയ്ക്ക് പോയതാണ്. മറ്റേ 2 വള്ളത്തിൽ വെച്ച് വലിക്കുന്ന വലയെ അത് വലിച്ചിട്ട് അവര് 4 വാർഡ് വലിച്ചിട്ടുണ്ട്. അവര് 8 വള്ളം ഒരുമിച്ച് പോയതാ. പോയിട്ട് അവർക്ക് എല്ലാം നഷ്ടമാണ്. നമ്മൾ പോയത് ഒറ്റയ്ക്കായതില്. എന്ത് മീൻ കിട്ടിയോ? 4 കിലോ കണവുണ്ട്. അത്രേ ഉള്ളൂ? 4 കിലോ മൊത്തത്തിൽ 4 കിലോ ഉള്ളു. എത്ര പേര് പോയതാ? ഒറ്റയ്ക്ക് പോയതാണ്. പിന്നെ ഈ കാണപ്പെട്ട സാധനം എല്ലാം ഇന്ന് പോയതാ. പണിയില്ലാത്തതുകൊണ്ടാണ് കംപ്ലീറ്റ് സാധനം കരയ്ക്ക് പിടിക്കുന്നത്. അതിപ്പോ ഒന്നും കടലിൽ മീനെ കാണാനില്ല. മീനെല്ലാം പടിഞ്ഞാറ് കയറി പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഒഴുക്കാണെന്നും പറയുന്നുണ്ട്. ചിലര് പറഞ്ഞ് കടലിൽ മൊത്തം നാശനഷ്ടം, വേസ്റ്റുകൾ അഴിഞ്ഞുകൂടെയാണ്. അഴിഞ്ഞുകൂടുമ്പോഴത്തേക്ക് ആ മീനിന് കൊത്തിത്തിനാൻ ഇര കിട്ടുന്നില്ല. മൊത്തം മണലിന്റെ പുറത്തെല്ലാം വെറും പ്ലാസ്റ്റിക്കാണ്. നല്ല കടലിൽ വെളിച്ചമുണ്ടെങ്കിൽ കണ്ണിൽ കാണുന്ന മൊത്തം പ്ലാസ്റ്റിക് കവർ വേസ്റ്റുകളുമാ. പ്ലാസ്റ്റിക് ഒക്കെ പറക്കിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. അത് പറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഫുള്ളും കംപ്ലീറ്റ് ഫുള്ളും കിടക്കാം. മത്സ്യത്തിനുള്ള ഒരുപാട് കഷ്ടപ്പാട് ഇവിടെയാണ് ഇപ്പൊ. പണ്ടത്തെ പോലെ മീനൊന്നും കിട്ടാനില്ല. ഈ തീരം ഇത്രയും ഇങ്ങനെ കരുത്തോടെ ഇങ്ങനെ തിര കയറി വരുവായിരുന്നു നേരത്തെ? അതെ, ഇല്ല നേരത്തെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് വേണ്ട വെട്ട് കാണുന്നുണ്ട, തൂവ് കാണുന്നുണ്ട, വെട്ട് ജോയിന്റ്. ആ ജോയിന്റിന്റെ കൂടിയാണ് ഞങ്ങൾ അടിയിൽ കൂടി കയറി പോകുന്നത്. നടന്നു പോയിരുന്നു. അതെ, ഈ ജോയിന്റിൽ ഞങ്ങൾ കയറുമായിരുന്നു. പാലത്തിന്റെ അങ്ങ് ദൂരെ പാലത്തിന്റെ അവിടെ വരെ തീരം ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ അവിടെ വരെ ഉണ്ടായിരുന്നു ഈ സമയത്ത് തീരം. ഇപ്പൊ തീരെ അടുത്തടുത്ത ഇവിടെ എത്തിയ ഞങ്ങളുടെ ഗ്രൗണ്ട് ഈ ഭാഗം ഇത് ഗ്രൗണ്ടിന്റെ അറ്റമാണ്. എന്റെയൊക്കെ പ്രായത്തിൽ ഗ്രൗണ്ടിന്റെ അറ്റം ഇതായിരുന്നു. ഫുട്ബോൾ ഗ്രൗണ്ട് തീരായിപ്പോയി. തീരത്തിന് വണ്ടികൾ വയ്ക്കാൻ പോലും സ്ഥലമില്ല. ഞങ്ങളുടെ ഇവിടുത്തെ വണ്ടികൾ കംപ്ലീറ്റ് വെട്ടുകാട്, വേളി, കണ്ണാന്തുറ, ശംഖുമുഖം ആ ഭാഗത്താണ് കൊണ്ട് അടുക്കുന്നത്. അവിടെ അടുക്കാനും സ്ഥലമില്ല. ഇവിടെ ഞങ്ങൾക്ക് 1000 വെള്ളം മഞ്ച് പിടിച്ചാലും സ്ഥലം ഉണ്ടായിരുന്നു. സ്ഥലമില്ല. തീരം മൊത്തം കടൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ തീരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു 200 മീറ്ററിലെങ്കിലും പുളിമുട്ടി കിട്ടിയാൽ മതി. പുളിമുട്ടി കിട്ടിയാലെങ്കിൽ കുറെ ഈ മഞ്ചുകൾ പിടിക്കാൻ തീരമെങ്കിലും കിട്ടും, സംരക്ഷിക്കാൻ പറ്റും. അതെ, ഞങ്ങൾ ഒരു മിനി ആർബർ ചോദിച്ചിട്ട് ആർബർ തരുന്നില്ല. വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇത്രയും കോടിക്കണക്കിന് ജനം, ഞങ്ങൾ വലിയവർക്കാരെന്ന് പറഞ്ഞാൽ മൊത്തം മത്സ്യം പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു ആർബർ ചോദിച്ചിട്ട് ആർബർ ചോദിച്ചില്ല. ഒരു മുട്ടിയെങ്കിലും ഇട്ട് തന്നെങ്കിൽ 200 മീറ്റർ ഇട്ടിയാണെങ്കിൽ വഞ്ചികളെങ്കിലും പിടിക്കേണ്ട സ്ഥലമെങ്കിലും കിട്ടിയായിരുന്നു. ഈ വഞ്ചി ഇത്
മുട്ടിയിട്ട് പിടിക്കുമ്പോഴത്തേക്കും അതിന്റെ തെക്കേ ഭാഗത്ത് കടപ്പുറം ഉണ്ടാകും. അപ്പൊ ആ കടപ്പുറം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ വഞ്ചികളെങ്കിലും പുറത്തു പോകാതെ പിടിക്കാൻ പറ്റും. ഇപ്പോഴ് ഇത് വേളി വെട്ടുകാട് പോകുമ്പോഴത്തേക്ക് ഒരു വഞ്ചിയാട് പിടിക്കണമെങ്കിൽ ആ വള്ളം കയറ്റുന്നതിന് 300 രൂപ കൊടുക്കണം. ആ വണ്ടിക്ക് വരണമെങ്കിൽ 300 രൂപ കൊടുക്കണം. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു വഞ്ചി പിടിക്കുന്നതിന് 1000 രൂപ വണ്ടിക്ക് ഓട്ടോ ഫോർ പോകും. അപ്പൊ നമ്മള് സാധനം നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിലും ചെയ്ത് ഗവൺമെന്റ് ചെയ്തെന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുവായി. ശരിയാവായിരിക്കും, ചെയ്യണം, ചെയ്താലേ പറ്റത്തുള്ളു. ശരിയാവായിരിക്കും, ശരിയാകും, ശരിയാക്കണം, പ്രതീക്ഷയുണ്ട്. അതെ, ഓക്കെ, ശരി. എന്തായാലും സദാഹുസേനാണ് വിശദമായി പറഞ്ഞത്. എന്നാലും കാണാം ഈ തിര വലിയ തോതിൽ ഇവിടെ വരെ എത്തി. ഇത്രയും ചില സമയങ്ങളിൽ ഇങ്ങനെ കടൽ ഇങ്ങനെ കയറി വരുന്നത് കാണാം. ഇവിടെ ഇപ്പൊ ഈ തീരത്തേക്ക് ഈ ബോട്ട് അടുപ്പിക്കുന്നത് കാഴ്ചയാണ് കേട്ടോ. അവർ വളരെ വേഗത്തിൽ ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ മണ്ണിലേക്ക് കയറ്റുകയാണ്. തൊട്ടു മുമ്പ് കയറിയുള്ളൂ. ഞാൻ അടുത്തൊരു ബോട്ട് വരുമ്പോൾ അത് കാണിക്കാമെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നിലവിൽ ഈ വലിയ തുറക്കാർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അവർ നേരിടുന്ന വെല്ലുവിളികളുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ ഇന്ന് മോർണിംഗ് വൈബ്സിൽ നോക്കുക. ഒപ്പം അവരുടെ വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. എന്തായാലും നമുക്കൊന്ന് വാർത്തകളിലേക്ക് കൂടി പോകാം. അതിവേഗത്തിൽ വാർത്തകളുമായി ഭവ്യ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സ്റ്റുഡിയോയിൽ ഭവ്യ, ഗുഡ് മോർണിംഗ്. വലിയ തുറയിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ മോർണിംഗ് വൈബ്സ് പോവുക. പക്ഷെ അതിനു മുമ്പ് വാർത്തകൾ നമുക്ക് വേഗത്തിൽ നോക്കാം. ഫാസ്റ്റ് ന്യൂസിലേക്ക് പോകാം. പോകാം. ഒരുപാട് വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്. എന്തായാലും വലിയ തുറയിലെ വൈബുമായി എൽദോ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വാർത്തയുടെ വൈബ് നോക്കാം. ഫാസ്റ്റ് ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകാൻ CPM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് ചേരും. രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സമിതിയുമാണ് ചേരുക. മലപ്പുറം, പൊന്നാനി, എറണാകുളം ഒഴികെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച നേതൃത്വത്തിൽ ധാരണയായി. കൊടുങ്ങല്ലൂർ CPI-യിൽ കൂട്ടരാജി. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ 20ഓളം പ്രവർത്തകർ രാജി സമർപ്പിച്ചു. 2 കൌൺസിലർമാർ നഗരസഭാ കൌൺസിലർ സ്ഥാനവും രാജിവെക്കും. ബിനിൽ, രവീന്ദ്രൻ നടുപുറി എന്നീ കൌൺസിലർമാരാണ് രാജിവെക്കുക. കൌൺസിലിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരായ പരാതി ട്രൈബ്യൂണൽ ഇന്ന് വീണ്ടും പരിഗണിക്കും. പരാതിയെ തുടർന്ന് ഉപാധിയോടെ അക്കൌണ്ട് ഭാഗികമായി പുനഃസ്ഥാപിച്ചിരുന്നു. അന്വേഷണം തീരും വരെ 115 കോടി രൂപ ബാലൻസ് നിലനിർത്തണമെന്നാണ് ഉപാധി. വയനാട്ടിലെ വന്യമൃഗാക്രമണത്തിൽ പ്രതിഷേധിച്ച് UDF-ന്റെ നേതൃത്വത്തിൽ വയനാട് കലക്ടറേറ്റിന് മുന്നിൽ തുടരുന്ന രാപ്പകൽ സമരം ഇന്ന് അവസാനിക്കും. സമാപന സമ്മേളനം സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. അതേസമയം ജില്ലയിലെ വന്യമൃഗാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഇന്ന് കളക്ടറേറ്റ് മാർച്ച്. വയനാട് പടമലയിൽ ബേലൂർ മഗ്ന കൊലപ്പെടുത്തിയ അജീഷിന്റെ വീട്ടിലെത്തിയ മന്ത്രിസംഘത്തോട് കയർത്തു കുടുംബം. ഇനി ഒരു ജീവൻ വയനാട്ടിൽ പൊലിയരുതെന്നും അങ്ങനെയുണ്ടായാൽ മൃഗങ്ങളെ നേരിടാൻ മനുഷ്യരിറങ്ങേണ്ടി വരുമെന്നും ബന്ധുക്കൾ. അജീഷ് കൊല്ലപ്പെട്ട് 10 ദിവസത്തിനു ശേഷം ജില്ലയിലെത്തിയ മന്ത്രിമാരോടായിരുന്നു കുടുംബത്തിന്റെ രോഷപ്രകടനം. ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരും. കമ്പനി ഉടമകളായ പ്രതാപനും ഭാര്യ ശ്രീനയ്ക്കും സാമ്പത്തിക തട്ടിപ്പുകളിൽ രാഷ്ട്രീയ വ്യവസായ മേഖലകളിലെ ഉന്നതർ സഹായം ചെയ്തിട്ടുണ്ടെന്നാണ് ഇഡി കണ്ടെത്തൽ. 1 മാസത്തോളം ഒളിവിൽ കഴിയാൻ സഹായങ്ങൾ ലഭിച്ചതും തട്ടിപ്പുകളിൽ സംരക്ഷണമൊരുക്കിയതും ഈ കേന്ദ്രങ്ങളാണ്. ഇതിനൊപ്പം വിവാദ വ്യവസായിയുമായി വിജേഷ് പിള്ള കൂടി ഉൾപ്പെട്ടതോടുകൂടി ഇഡി അന്വേഷണം പുതിയ തലത്തിലേക്കും നീങ്ങുകയാണ്. വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച സിംഗിൾ ബെഞ്ചിനെതിരായ മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി കേൾക്കുക. ജില്ലാ കളക്ടർ വെടിക്കെട്ടിന് അനുമതി നൽകാത്തതിനെ തുടർന്നാണ് ദേവസ്വം ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരത്ത് ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. കുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. കഴിഞ്ഞ വർഷം മാർച്ച് 29-നാണ് പെൺകുട്ടിയെ ശുചിമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ചേർത്തലയിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് ശ്യാം ജി ചന്ദ്രനും മരിച്ചു. തിങ്കളാഴ്ച രാവിലെ 9:30യോടുകൂടി ഭാര്യ ആരതിയെ ശ്യാം വഴിയിൽ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തീ പടർന്ന് ശ്യാമിനും 70% പൊള്ളലേറ്റിരുന്നു. 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും മുസ്ലിം ലീഗ് പിന്മാറുന്നുവെന്ന് സൂചന. സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചതോടുകൂടിയാണ് കടും പിടുത്തങ്ങൾക്ക് നിൽക്കാതെ ലീഗ് വിട്ടുവീഴ്ച ചെയ്യാൻ തീരുമാനിച്ചത്. 3ാം സീറ്റിന് പകരം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനം ലീഗിന് തള്ളിക്കളയാൻ കഴിയുന്നതുമല്ല.
പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്ര മഹോത്സവത്തിന് മുന്നോടിയായുള്ള ആനയോട്ടം ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കും. 10 ഗജവീരന്മാർ പങ്കെടുക്കും. ഇതിൽ തെരഞ്ഞെടുത്ത 3 ആനകളാണ് ഓടുക. ICSE 10ാം ക്ലാസ് പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. 30ഓളം വിഷയങ്ങളിലാണ് പരീക്ഷകൾ. മാർച്ച് 28 വരെയാണ് പരീക്ഷകൾ നടക്കുക. ഈ വർഷം 2 ലക്ഷത്തിലേറെ കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. കഴിഞ്ഞ വർഷം 2,37,631 പേരാണ് പരീക്ഷ എഴുതിയത്. തൊടുപുഴ കോളേജ് സമരത്തിൽ നിലപാടിൽ ഉറച്ച കോളേജ് പ്രിൻസിപ്പൽ അനീഷ ഷംസ. സസ്പെൻഷൻ നടപടിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കോളേജ് പ്രിൻസിപ്പൽ. റാഗിംഗുമായി ബന്ധപ്പെട്ട പരാതിയാണ് ലഭിച്ചത്. സെൻസ്ലെസ് വിദ്യാർത്ഥികളാണ് സമരം ചെയ്യുന്നതെന്നും പ്രിൻസിപ്പൽ. കോട്ടയത്തെ നദീജല സംയോജന പദ്ധതിയുടെ ഭാഗമായി ഉൾനാടൻ ബോട്ടിംഗ് തുടങ്ങുന്നു. വേനച്ചിലാർ, മീനന്തറയാർ, കൊടൂരാർ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായാണ് ടൂറിസത്തിന് വഴി തെളിയുന്നത്. സ്വകാര്യ സംരംഭകരുടെ സഹായത്തോടു കൂടിയാണ് പദ്ധതി. കർഷകർക്ക് പ്രതീക്ഷയേകി കൊക്കോയുടെ വില ഉയർന്നു. ഉണങ്ങിയ കൊക്കോ കുരുവിന് കിലോയ്ക്ക് 400 രൂപയ്ക്ക് മുകളിലാണിപ്പോൾ വില. ഉൽപാദനവും ഇറക്കുമതിയും ഗണ്യമായി കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. ലക്ഷ്മി പാലുൽപാദന സഹകരണ സംഘത്തിന് ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ്. ഇടുക്കി മൂന്നാറിന്റെ തോട്ടം മേഖലയിൽ 47 വർഷമായി പ്രവർത്തിക്കുന്നതാണ് സംഘം. നോൺ ആപ്കോസ് വിഭാഗത്തിലാണ് 1 ലക്ഷം രൂപയുടെ അവാർഡ്. ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച നോൺ ആപ്കോസ് സംഘത്തിനുള്ള അവാർഡും ലക്ഷ്മിക്കാണ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുൻപിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ച മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകാത്തതിലും വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിജയകുമാരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പട്ടാമ്പിയിൽ പഴയ ഔട്ട് കമ്പനിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ആശുപത്രി മാലിന്യം തള്ളിയ നിലയിൽ. ആശുപത്രിയിൽ ഉപയോഗം കഴിഞ്ഞ മരുന്ന് കുപ്പികളും മറ്റുമാണ് തള്ളിയത്. സംഭവത്തിൽ സ്ഥലമുടമ മണികണ്ഠന്റെ പരാതിയിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. LICയുടെ പുതിയ പദ്ധതിയായ അമൃത് ബാൽ പോളിസി കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ഡോക്ടർ വിവേക് ജോഷി അവതരിപ്പിച്ചു. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ധനലഭ്യത ഉറപ്പാക്കുന്ന വ്യക്തിഗത സമ്പാദ്യ പരിരക്ഷാ പദ്ധതിയാണിത്. 30 ദിവസം മുതൽ 13 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പങ്കാളികളാവാം. നിബന്ധനകൾക്ക് വിധേയമായി പോളിസി വായ്പ ലഭ്യമാണ്. എറണാകുളം പൈങ്ങോട്ടൂർ ശ്രീനാരായണ കോളേജ് യൂണിയൻ ഉദ്ഘാടനം ആന്റണി ജോൺ എംഎൽഎ നിർവഹിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ ദേവദത്തൻ രാജീവ് അധ്യക്ഷത വഹിച്ചു. വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വലിയ തുറയിലാണുള്ളത്. വലിയ തുറയിലെ കാഴ്ചകൾ വർത്തമാനങ്ങളൊക്കെ ആയിട്ടാണ് മോർണിംഗ് വൈബ്സ് തുടരുന്നത്. നമ്മൾ ഇവിടെ ക്യാമറയും ഈ മൈക്കുമായി നിന്നപ്പോൾ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ പറയുന്നു. ചേട്ടൻ ഇപ്പൊ പറഞ്ഞു തരുന്നത് ഞാൻ പറയുന്നത് സർക്കാർ എന്തെങ്കിലും പാവങ്ങൾക്ക് ഈ പണിക്ക് പോയിട്ട് ഒന്നും കിട്ടാതെ ഇരിക്കുമ്പോ വലയൊക്കെ കൊടുത്ത് അവരെ പറ്റ പിടിച്ചിട്ടിരിക്കണമെന്നാണ് പറയുന്നത്. അവര് നിങ്ങൾ പറയുന്നത് പോലെ അവര് ആടിക്കുട്ടി. അതുകൊണ്ട് എന്തെങ്കിലും മത്സ്യത്തൊഴിലാളിക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് ഇത്രേ പറയാൻ പറ്റും. എണ്ണയ്ക്കും പെട്രോളിനെല്ലാം വില കയറ്റുന്നു. അതിന് ഇത്തിരി വില കുറയ്ക്കാൻ പറ്റും. ഇത് തന്നെ ഉള്ളത്. അത് മാത്രമല്ല കടപ്പുറം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൂടെ വെള്ളം പിടിക്കാൻ പറയാൻ ഇവിടെ സ്ഥലമില്ല. അതേ ഒന്നിൽ എല്ലാരും പറഞ്ഞു പ്രശ്നം. ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു 6 പറയെങ്കിലും വളം ചുറ്റി തരണം. അല്ലെങ്കിൽ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റൂല. എണ്ണ വില കയറ്റം ഞങ്ങൾക്ക് പോയാൽ ഒന്നും ഇല്ല കടലില്. ഈ സർക്കാരെങ്കിലും വിചാരിച്ച് ഞങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കുക. ഇവിടെ നണ്ടിനെങ്കിലും ഞങ്ങൾ പോയി ജീവിക്കും. ഒരു 6 പറ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിടിയത്ത് പോകുമ്പോൾ ഞങ്ങൾ എത്ര ചിലവെന്നറിയോ? ഒരു വണ്ടിക്കനെ 3000 രൂപ ഞങ്ങൾ ഓടിക്കാണ് ഇവിടെ പോകുമ്പോൾ. തിരിച്ചു വരുമ്പോൾ 3000. ഒന്നില്ല ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? ഇത്രയും ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്താ? തീരത്തിന് പിഴിഞ്ഞ 6 പറ വന്നുണ്ട്. അത് വന്നുകൊണ്ടാണ് ഇത്രയും ഇവിടെ നശിച്ചത്. ഇവിടെ എന്ന് മാത്രം വീട് പോയി. ഇന്നും വീടുകളില്ലാതെ എത്ര പേര് ഇവിടെ കിടക്കുന്നു. അവരെന്ത് ചെയ്തു വരും? നിങ്ങൾ വലിയ സമരം നടത്തിയതായിരുന്നു. വലിയ സമരവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സർക്കാർ അറിയാതെ അങ്ങനെ പോയി. ഇവിടെ ആരും അനങ്ങുന്നില്ല. സമരം വന്നപ്പോൾ രൂപത എല്ലാം പങ്കെടുത്തില്ലേ? ഇവര് ഗവൺമെന്റ് എന്തൊരു ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. അവർ 7 കാര്യം പറഞ്ഞിട്ടുണ്ട്, 6 കാര്യം സമ്മതിച്ചു കൊടുത്തു. ഒന്നും നടപ്പിലായില്ല. അപ്പൊ നിങ്ങൾ അതിന്റെ തുടർച്ചയിലേക്ക് പോകുന്നുണ്ടോ? സർക്കാർ മനസ്സിൽ ചെയ്യാനുള്ള ഒരു പ്രവൃത്തിയല്ലേ? ഈ ജനങ്ങൾ നശിക്കുമ്പോൾ ജനങ്ങളിലേക്ക് ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യാന്ന് പറഞ്ഞ് വിളിക്കുന്നു. വോട്ട് ചെയ്തിട്ട് പറയാൻ ഞങ്ങൾക്ക് എന്തിനാണ് ഗുണമുള്ളത്? അപ്പൊ തന്നെ ചോദിക്കണ്ടേ? ഇനി വരുമ്പോ ചോദിക്കണം. ആരെ ചോദിക്കണമെന്ന് നേതാക്കന്മാരെ കൊണ്ട് വരും. ഞങ്ങളെ പോലുള്ളവർ ഒരു കുപ്പി സാധനം നോക്കും. 10 പേരെ വിളിച്ചുകൊണ്ട് പോകണ്. ജോലിക്ക് കുടിക്കുമ്പോൾ 10 പേരെ വിളിച്ചിട്ട് പോകണം. വേറെ കുപ്പി കൊടുക്കുന്നു. അമാര് കുടിച്ചോളൂ, അമാർക്ക് വേണ്ടി നിൽക്കുന്നു. ജനങ്ങളിതാ ഞങ്ങളെ കഷ്ടപ്പെടുന്ന ആരാണ് പറയുന്നത്? ഞങ്ങൾക്ക് ഒരു പ്രതികൂലമല്ല. ഏത് ഭരണം വന്നു കഴിഞ്ഞാലും
ആരായാലും വ്യത്യാസമൊന്നുമില്ല. ഇല്ല, അതുകൊണ്ടാണ് BJP അങ്ങനെ പറ്റില്ല. അല്ലാതെ പിന്നെ വേറെ എന്തിനാ വേണ്ടി അങ്ങനെ ബന്ധമല്ലേ ചെയ്യട്ടെ. അല്ല ഇവര് മാറി തിരിച്ചും ഭരിക്കുന്നത് ഞങ്ങൾക്ക് ഗുണം എന്തിനാണ്? ഒരു ഗുണവും ഇല്ല. ഇത് ഈ ചേട്ടന്റെ അത് രോഷപ്രകടനമല്ല, അത് അവരുടെ ഒരു അവസ്ഥ കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് കേൾക്കുന്നത്. അതാണ് ഏറ്റവും സങ്കടകരം. ഇവരുടെ തൊഴിലെന്നൊക്കെ പറഞ്ഞാൽ അത് ആ വർക്കിംഗ് അവേഴ്സ് ഒക്കെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അത് ഒരുപാടാണ്. എത്ര മണിക്കാണ് പുറപ്പെടുക മത്സ്യബന്ധനത്തിനായിട്ട്? ഞങ്ങൾ ഇവിടെ 3 മണിക്ക് പോകും. തിരിച്ചു വന്നാൽ രാവിലെ അതാ ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. എന്താ കിട്ടിയത്? ഇതാണ് കിട്ടിയതാണ്. ഈ 500 രൂപയാണ് കിട്ടിയത്. അത് നഷ്ടം വെച്ച് മണ്ണെണ്ണ കടം വെച്ച് 500 രൂപയാണ് കിട്ടിയത്. എത്ര രൂപയ്ക്ക് മണ്ണെണ്ണ അടിച്ചത്? മണ്ണെണ്ണ 10,000, 20,000, 25,000 രൂപ. അത് ഈ കര പോയോണ്ടാണ്. 20,000 രൂപയ്ക്ക് എടുക്കുന്ന സമയമുണ്ട്, 10,000 രൂപയ്ക്ക് എടുക്കുന്ന സമയമുണ്ട്. ഓരോ തൊഴിലിനും ഓരോ സമയത്തിന് ഓരോ റേറ്റ് കൊടുത്താണ് മണ്ണെണ്ണ എടുക്കുന്നത്. പെട്രോളും മണ്ണെണ്ണ എടുത്തിട്ട് 50,000, 60,000, 1 ലക്ഷം രൂപ വരെ ഇവിടെ ഒരു ദിവസത്തിൽ കടം വന്നിട്ടുണ്ട്. തീരമില്ല. വലിയോറയ്ക്ക് ഏതൊരു തീരവുമില്ല. പക്ഷെ ഇത്രയും തീരം നശിച്ചു പോകുന്ന കാരണങ്ങള് ഇവര് ഓരോ കണ്ടുപിടുത്തങ്ങൾ. ഇപ്പൊ കടലിൽ ഇപ്പൊ എന്താണ് കടൽ ബിറ്റ് എന്ന് പറഞ്ഞ് കുറെ കല്ലിട്ട് തന്നിട്ടുണ്ട്. ഈ കല്ലിട്ടിട്ട് എന്താണ് ഞങ്ങളെ ഇവിടെ രക്ഷപ്പെടുത്തുന്നത്? ആരാണ്? ഇവിടെ ആരുമേ ഇല്ല. പല അവസരങ്ങളിലും പല രീതികളിലും ഇവര് വന്ന് പിന്നെ വീഡിയോക്കാര് വന്ന് ചാനലുകാര് വന്ന് ഓരോ ആവശ്യങ്ങൾ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കാൻ നമുക്ക് പറയാന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്താന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, ലക്ഷ്യം. നമ്മൾ കാര്യത്തോളം സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും കാര്യത്തോളം സംസാരിച്ചിട്ട് വലിയോറ തീരത്തേക്ക് യാതൊരു മുന്നടനയും ഇവിടെ ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മുടെ സഹോദരൻ സംസാരിച്ചതുപോലെ മാറി മാറി ഭരണങ്ങൾ വരുന്നുണ്ട്. വലിയോറ തീരത്തിലേക്ക് വലിയതരമുള്ള ജനങ്ങൾക്ക് യാതൊരു ആനുകൂല്യവും ഇവിടെ ചെയ്യുന്നില്ല. ഇതാണ് മെയിൻ പ്രശ്നം. ഇതാണ് ഇവിടെ പല അവസരത്തില് പല വർഷങ്ങളോളം കൊണ്ട് ഇവിടെ ഒരു മിനി ഹാർബറിലേക്ക് നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അത് നടന്നിട്ടില്ല. ഇവിടെ ഒരു 2 മുട്ടിയടിക്കാൻ വേണ്ടി അവര് ശ്രമിച്ചു. വീടാന്തോറും ഓരോരുത്തരുടെ പേര്, ആധാറിന്റെ ഫോട്ടോസ്റ്റാറ്റ്, ഒപ്പ്, ഇത് എല്ലാം വാങ്ങിയിട്ട് പോയിട്ടും ഇവിടെ ഇന്ന് വരെയും ഒരു ആ മുട്ടി എന്ന് പറയുന്ന സാധനം ഞങ്ങൾ കണ്ടിട്ടില്ല. താൽക്കാലികമായിട്ട് ഇവിടെയുള്ള ഇപ്പൊ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിലാണ് ഇവിടെ ഇപ്പൊ ഉപകരണങ്ങൾ കിടക്കുന്നത്. കോടികൾ എടുത്ത് നോക്കിയാൽ ഇതിന്റെ പിന്നെ സിറ്റുവേഷൻ എടുത്ത് അന്വേഷിച്ചിരുന്നാലും കോടിക്കണക്കിലാണ് ഇവിടെ ഉപകരണങ്ങൾ കിടക്കുന്നത്. ഈ കോടിക്കണക്കിൽ ഉപകരണം ഇട്ടിട്ട് ഈ തീരത്തേക്ക് തീരമില്ലാതെ ഞങ്ങൾ കടലടി കൊണ്ട് മരിക്കുമ്പോൾ ഇവിടെ ആരാണ് ഞങ്ങൾക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു താവളം തരുന്നത്? ഒരുപാട് വീടുകൾ വരെ നഷ്ടപ്പെടുന്ന സാഹചര്യം. ഒരുപാട് വീടുകൾ നഷ്ടപ്പെടും. അതായത് ഇപ്പോഴും സ്കൂളുകളിൽ താമസിക്കുന്ന തെരുവുകളിൽ താമസിക്കുന്ന ജനങ്ങളെ ഇവിടെ നിന്ന് വീട് പോയവരുണ്ട്. അവർക്ക് ആർക്കും ഇന്ന് വരെ വീട് കിട്ടിയിട്ടില്ല. പക്ഷെ വീട് വച്ചിട്ടിരിക്കുന്നെന്ന് പറയുന്നു. ചേട്ടാ പേര്? എന്റെ പേര് ജോർജാണ്. ജോർജ്. ഓക്കെ, ഒരുപാട് സന്തോഷം സംസാരിച്ചതിന്. അപ്പൊ നമ്മൾ ഞാൻ ആ ഒരു കാഴ്ച കാണിക്കാം. ഇതേതാ ബോട്ട് കയറി വരുന്നത് കാണണം. ഇങ്ങനെയാണ് ഈ ബോട്ട് ഇവർ അടുപ്പിക്കുന്നത്. ഞാൻ ആ ബോട്ട് വരാൻ നോക്കിയിരിക്കുകയായിരുന്നു. അതിവേഗത്തിൽ ഈ വലിയ തിരയെ മുറിച്ച് ആ മണലിലേക്ക് ഇടിച്ചങ്ങ് കയറുക. അതാണ് ഇവിടുത്തെ ഒരു ബോട്ടിന്റെ കരയിലേക്ക് കയറുന്ന രീതി. കാണാം, നേരെ മണലിലേക്ക്. അതാണ് അതില് മത്സ്യബന്ധനത്തിന് പോയിട്ട് വരുന്ന ബോട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം അതിൽ എന്തെങ്കിലും മീനുണ്ടോ, മത്സ്യം എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. അവരിപ്പോ തള്ളി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊപ്പം തന്നെ എന്നോട് ഒപ്പം മാർട്ടിൻ പെരേര വിളിച്ചെടുത്തിട്ട്. മാർട്ടിൻ പെരേര എന്ന് പറയുമ്പോൾ ഇത് വലിയതുറക്കാരുടെ ഒരു പ്രിയപ്പെട്ട ഫുട്ബോളറാണ്. കേരളത്തിന്റെ മുൻ പ്ലെയറാണ്. അപ്പോൾ സന്തോഷ് ട്രോഫി ഫുട്ബോളിലൊക്കെ വളരെ സജീവമായിരുന്നു. ഇപ്പോൾ ടൈറ്റാനിയത്തിലാണ്. മാർട്ടിൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഇതൊരു ഫുട്ബോൾ കോർട്ടായിരുന്നല്ലോ അല്ലേ? അതെ, ഈ ഇരിക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒരു ഫുട്ബോൾ കോർട്ടായിരുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു മോർണിംഗ് ഒക്കെ? എങ്ങനെയാ രാവിലത്തെ വൈബ്? എന്താ രാവിലത്തെ വൈബ് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ ഇപ്പോഴാണ് ഗ്രൗണ്ട് ആരും ഇല്ലാത്തത്. സാധാരണ 6 മണിക്ക് ഞങ്ങൾ ജൂനിയേഴ്സ് ആയിരുന്നു 6 മണിക്ക് വരണം. 6 മണി തൊട്ട് 6:15 വരെ ഞങ്ങൾക്ക് ത്രൂ ഔട്ട് റണ്ണിംഗ് ആയിരുന്നു. റണ്ണിംഗ് മാത്രമേ ഉള്ളൂ. വേറെ ബോളോ മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സാഹചര്യം. എൻഡ്യൂറൻസ് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം ഈ വള്ളങ്ങൾ വരുമ്പോ നമ്മൾ വലിച്ചു വെക്കും. അതായിരുന്നു ഞങ്ങളുടെ എക്സസൈസ്. വരുമ്പോ അവരെ സഹായിക്കും. പിന്നെ അമ്മമാരുടെ ഈ മീൻ വെച്ച നമ്മുടെ അമ്മമാര് തന്നെ ഉണ്ടാവും, അവരുടെ തലയിലെടുത്ത് ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വെള്ളം. ഇത് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ കടലിങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. അതാണ്. ഓക്കെ. അങ്ങനെ നമ്മുടെ കൂടെ കളിക്കുന്ന പല ആൾക്കാരും കടൽപ്പണിക്ക് പോയിട്ട് വന്ന് കളിക്കുന്ന ആൾക്കാരാണ്. ഇതേപോലെ രാത്രി കടൽപ്പണിക്ക് അവരുടെ അച്ഛന്റെ കൂടെയൊക്കെ ചൂണ്ടപ്പണിക്കും മറ്റൊക്കെ ചെറിയ തട്ടുമരങ്ങളിലൊക്കെ പോയിട്ട് വന്ന് രാവിലെ വന്ന് പ്രാക്ടീസ് ചെയ്യും. അല്ലാതെ തന്നെ സീനിയർ ആയിട്ടുള്ള ബി എഡിസനെ പോലുള്ള കേരള പോലീസിലെ എഡിസേട്ടനൊക്കെ
ഇവിടെ ലീവിലൊക്കെ വരുമ്പോൾ അവര് രാവിലെ ലൈവ് ഉണ്ടായിരുന്നു. ശരിക്കും അവരൊക്കെ കളിക്കുന്ന കണ്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. പിന്നെ നമ്മുടെ ചേട്ടൻ സേവർ മഫ് നെനേസ് കോച്ചായിരുന്നു. ചേട്ടനും ഇതേപോലെ നമുക്ക് വന്ന് വേണ്ട നിർദ്ദേശങ്ങൾ തരുമായിരുന്നു. അവർക്കൊക്കെ ഈ പോലീസ് ഫീൽഡിൽ നിൽക്കുമ്പോഴും അവർക്ക് ലീവ് എടുത്ത് വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളെ പ്രാക്ടീസ് ചെയ്തായിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പിള്ളേർ കേരള യൂണിവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റ് സർവീസസിൽ തന്നെ നമ്മൾ ഒരുപാട് പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട്. പട്ടാളത്തിലെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളിൽ വളരെ ചുരുക്കം ചിലവർക്ക് മാത്രമേക്കാണ് ചാൻസ് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പട്ടാളത്തിലൊക്കെ പോയി. അന്ന് ഇത് ഈ പട്ടാളത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ലീഗ് കളിച്ചാൽ മതി. ലീഗ് കളിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇവിടുത്തെ തന്നെ കോസ്റ്റൽ ക്ലബ് എന്ന് പറഞ്ഞ ടീം നമ്മൾ വലിയതറ ഫുട്ബോൾ അസോസിയേഷൻ ആയിരുന്നു, ഇപ്പൊ അക്കാഡമി ആക്കിയിട്ട് ആ അക്കാഡമിയുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്ത് വരികയും കോസ്റ്റൽ ക്ലബിലൂടെയാണ് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക്. പ്രൊഫഷണൽ ഫുട്ബോൾ അന്നത്തെ ലീഗ് എന്ന് പറയുന്നത് കൽക്കട്ട കഴിഞ്ഞാൽ ഏറ്റവും നല്ല ലീഗ് നടക്കുന്ന ട്രിവാൻഡ്രത്തായിരുന്നു. അന്ന് ഗബ്രിയേൽ ജോസഫ് സാറും ഈ പാട്രിക് പെരേര പോലുള്ള സെക്രട്ടറിമാർ അവരൊക്കെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതും ഇതൊക്കെ കൊണ്ടുപോയിക്കൊണ്ടത്. അപ്പൊ കേരള പോലീസും ടൈറ്റാനിയത്തിലൂടെയൊക്കെ ഞങ്ങൾക്ക് അന്ന് കളിക്കാൻ അവസരം കിട്ടാന്ന് പറഞ്ഞ വലിയ മഹത്തായിരുന്നു. അവർ ഇന്ത്യ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് നമുക്ക് കോസ്റ്റൽ ക്ലബിൽ നമുക്ക് അവരെ നമ്മളെ കുറഞ്ഞതും ടൈറ്റാനിയം പോലീസ് ഞങ്ങളെ 7 ഗോളടിച്ചാൽ ടൈറ്റാനിയം ഞങ്ങളെ 8 ഗോളടിക്കും ലീഗ് അടിസ്ഥാനത്തിൽ. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ അവരായിട്ടൊക്കെ നമ്മൾ ടൈപ്പ് വരുന്ന രീതിയിലേക്ക് നമ്മുടെ ഇവിടുത്തെ ഫുട്ബോളിന്റെ വളർച്ച അതെ. എന്നാൽ ഈ തീരപ്രദേശത്തിന്റെ പ്രധാന ഒരു വിനോദം എന്ന് വെച്ചാൽ അത് ഫുട്ബോളാണ് അല്ലേ? ഫുട്ബോൾ തന്നെയാണ്. ഫുട്ബോളാണ് ഇപ്പോഴും ഈ ഇപ്പൊ നേരം പോക്കിന് പണ്ടൊക്കെ കൂടിയിരുന്ന വട്ടത്തിലിരുന്ന ചീട്ട് കളിക്കുകയാണ്. അതായത് അത് ഒരിക്കലും ഈ നിയമലംഘനം ആ ചീട്ടുകളി അല്ല കേട്ടോ. വളരെ രസകരമായിട്ട് ചെവിയിൽ മറ്റേ കുളുക്കുകളും മറ്റും ഞങ്ങൾ വൈകുന്നേരം ചെറുതിലായിരിക്കുമ്പോൾ ഇവിടെ ഗ്രൗണ്ടിന്റെ സൈഡൊക്കെ അവര് കളിക്കാൻ വരും. എന്നുവെച്ചാൽ അന്ന് നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് കടൽപ്പണിക്ക് പോയാൽ മതി. അവർ 5 മണിക്കൊക്കെ ആയിരിക്കും കടൽപ്പണിക്ക് പോകും. ഇപ്പോഴും അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നേരെ മറിച്ചാണ്. അവര് രാവിലെ ഇപ്പൊ കണ്ടല്ലോ, ഇപ്പോഴും ആൾക്കാർ ലൈവായിട്ട് ഇവിടെ നിൽക്കണം ഈ സമയത്ത്. ഇത് കഴിഞ്ഞാൽ ഇവര് 9 മണിയൊക്കെ ആകുമ്പോഴേക്കും പോയി കിടന്ന് ഉറങ്ങണം. വീണ്ടും 12:30 1 മണിക്ക് കഴിച്ച് 2 മണിക്ക് അവര് വന്ന് അടുത്ത പണിക്കുള്ള സാധനങ്ങൾ ഒരുക്കുന്ന ഒരു സാഹചര്യം. ഇത് വൈകിട്ട് 3 മണിക്കല്ലേ? ഇതിപ്പോ ബോട്ട് തിരികെ കയറ്റുന്നതല്ല. ബോട്ട് തിരികെ വീണ്ടും നങ്കൂരിടാൻ വേണ്ടി കൊണ്ടുപോകുന്നതായിരിക്കും കടലിൽ തന്നെ. അത് അവിടെ തന്നെ ഇട്ടിരിക്കും. ഇവിടെ തലയില്ലാത്തതുകൊണ്ട് അവിടെ തന്നെ ഇട്ടിരിക്കും. വീണ്ടും വൈകിട്ട് പണിക്ക് പോകാനുള്ളത്. മുൻകാലങ്ങളിൽ അവർ ഇവിടെ നിന്ന് നടന്ന് പാലത്തു നിന്ന് ചാടിയാണ് ഈ വെള്ളത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പാലത്തിൽ ആരും കയറ്റുന്നില്ല. പാലത്തിന്റെ അവസ്ഥ മോശമായിട്ടുണ്ടേ. അതൊക്കെ ഞങ്ങളുടെ നാട് പോലെ തന്നെ നടുവൊടിഞ്ഞ ഒരു പാലമായി അവശേഷിക്കുകയാണ്. നമ്മള് സിറ്റിയോട് ഇത്ര അടുത്ത് കിടക്കുന്ന ഒരു തീരപ്രദേശമായിട്ട് നമുക്ക് അതിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളത്. മാട്ടിച്ചേട്ടൻ പറഞ്ഞ ഈ വലിയതുറ പാലത്തിലറിയാം, ഹരി നമ്മുടെ ക്യാമറമാനാണ് ഹരി, ആ പാലത്തിന്റെ നടു ഒടിഞ്ഞു കിടക്കുന്നത് തന്നെ കാണും ശരിക്കും. പിന്നെ മാട്ടിച്ചേട്ടൻ പറഞ്ഞ പോലെ ഈ നാടിന്റെ ഒരു അവസ്ഥയാണ് പാലത്തിനുള്ളത്, നടു ഒടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം. അത്രമാത്രം ഇതിനിടയിൽ ഇതിന് ഒരുപാട് തുകയൊക്കെ അനുവദിച്ചതായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നല്ലോ. അതെ, ഞങ്ങള് പത്രങ്ങളിൽ കൂടെ അറിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പൊതുപ്രവർത്തകരൊക്കെ അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണെന്നും ഒരു ഇതില്ല. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ആ പോർട്ടിന്റെ കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്ഥാപനമാണ് വലിയതുറയുടെ. ആ സ്ഥാപനത്തിന്റെ അവസ്ഥ തന്നെ വളരെ മോശപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെയൊക്കെയാണ്. അപ്പൊ അവഗണനയുടെ കാര്യത്തിലാണോ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ വലിയതുറ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഞങ്ങൾക്കുണ്ട്. ആരും പരാതി പറയാനൊന്നുമില്ല. എന്നുവെച്ചാൽ ഇത് സിറ്റിയോട് ഇത്ര അടുത്ത് കിടക്കുന്ന തീരദേശം. മറ്റേ നമ്മള് മഹാരാഷ്ട്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ അറിയാലോ, അവിടെയൊക്കെ തീര പ്രദേശങ്ങളൊക്കെ താമസിക്കുന്ന വലിയ വലിയ ആൾക്കാരാണ്. ഇവിടുത്തെ സാധാ മത്സ്യത്തൊഴിലാളികൾക്ക് താമസിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെ വലിയ ആർഭാടമുള്ള ആൾക്കാരോ പണക്കാരോ ഒന്നുമല്ല, സാധാരണക്കാർ താമസിക്കുക. അത് തന്നെ നമുക്ക് വലിയൊരു ബോട്ട് ഈ വലിയ തിരകളുണ്ട് ഇപ്പൊ ഇറക്കാനുള്ള പാടും. ഇതൊന്നല്ല, ഇതിലും വലിയ തിരകളുള്ളപ്പോൾ അവർ ഓടിപ്പോകും. അത് ഇവിടെ നിന്ന് നിർദ്ദേശം അനുസരിച്ച് അവർ ഓടിപ്പോകുന്നതാണ്. അവര് ലാഗ് ചെയ്ത് കിടന്ന് തള്ളിപ്പോകും. അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവരെല്ലാം. എന്നാൽ ഈ വലിയതുറയിലെ കാഴ്ചകൾ അതിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാടുണ്ട്. മാട്ടിച്ചേട്ടൻ തുടരും നമ്മോടൊപ്പം നടക്കണം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഈ കാണുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചന്തയാണ്. ഇവിടെ പിടിക്കുന്ന മീനൊക്കെ അവിടെ തന്നെ. ഇവിടെ പിടിക്കുന്ന മീൻ ഇവിടെ പ്രത്യേകത ആളുകൾ കാണുന്നൊക്കെ അതെ. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഐസിട്ട മീൻ വിൽക്കാൻ സമ്മതിക്കില്ല. ഐസിട്ട മീനില്ല. ഇല്ല, ഇവിടെ ഫ്രഷ് മീനെ വിൽക്കാൻ പാടുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ സിറ്റിയിൽ നിന്ന് രാവിലെ മീൻ വാങ്ങാനൊക്കെ ഇവിടെ വരും. അപ്പൊ ഇത് മുഴുവൻ പുറത്തുനിന്നൊന്നുമല്ല. നമ്മുടെ ഇവിടെ നിന്ന് ഈ വള്ളക്കാർ കൊണ്ടുവരുന്ന മീൻ മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ ഐസിട്ട മീൻ വിൽക്കാൻ ഇവിടെ സമ്മതിക്കില്ല. അത് ഇവിടെ എല്ലാരും കൂടെ എടുത്ത ഒരു ഇതാണ്. അതുകൊണ്ട് മോശപ്പെട്ട മീൻ ഒരിക്കലും വലിയതുറയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കില്ല. ഓക്കെ, അപ്പൊ അതായത് വലിയതുറയിൽ നിന്ന് നല്ല മീൻ കിട്ടും. രാവിലെ വന്നാൽ മതി, നല്ല ഫ്രഷ് മീൻ, ഐസിടാത്ത മീൻ കിട്ടും എന്നുള്ളതാണ്. നമ്മളെങ്ങോട്ടാണ് മാറ്റിച്ചേട്ടോ? ഈ വഴിക്കാണോ? അതെ, ഓക്കെ. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ വലിയതുറ ഗ്രൗണ്ട് അത് ഇവിടെയാണ്. ഈ ഗ്രൗണ്ട് ഏതാണ്ട്
നമുക്ക് ഈ വഴി കയറാം. ഇവിടെ വള്ളങ്ങളൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്നുണ്ട്, അത്ര എളുപ്പമല്ല പോക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ വലിയതുറയിലെ ഫുട്ബോൾ ഗ്രൗണ്ട്. ഈ വലിയതുറയിലെ ഫുട്ബോൾ ഗ്രൗണ്ട് അത് നേരത്തെ ഒരു മിനിറ്റ് അതിന് മുമ്പ് ഇവിടെ എന്താണ് കണവേണ, ഇത് എക്സ്പോർട്ട് കണവേലാണ്. ഇവിടെ നിന്ന് പോകുന്ന എക്സ്പോർട്ട് ചെയ്യാൻ എടുക്കുന്ന കണവേലാണ്. ആ കണവല്ലേ? ചേട്ടാ ഒന്ന് എടുത്തു വന്നോട്ടെ ചേട്ടാ. ഒരു കണവ് കണ്ട ബാ, അതെങ്ങനെയാട്ടാ? എത്ര വരും തൂക്കം? 2 കിലോ വരും. ഇത് എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യണേ? നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, പിന്നെ അറിയില്ല അല്ലേ? ജപ്പാനിലേക്കൊക്കെ പോകുന്ന ഇത് എങ്ങനെയാ? റേറ്റ് എങ്ങനെയാ പോലും ഇതിന്റെ? അമ്മച്ചിക്ക് റേറ്റ് അറിയോ? ഇവിടെ ഇപ്പോഴും 300 രൂപ കിലോയ്ക്കാ? എത്ര രൂപയ്ക്കായിരിക്കും പുറത്ത് വെക്കുന്നത്? അതറിയത്തില്ല, വലിയ വ്യത്യാസത്തില്ല. ഏതായാലും കണവാന്നൊക്കെ പറഞ്ഞാൽ നല്ല ഗംഭീര ഭീമൻ കണവുകളാണ്. കണ്ട ഇത് ഈ ചന്തയുടെ ഭാഗമാണ്. ഇവിടുന്ന് കണവ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, നമ്മളെന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഫുട്ബോൾ കോർട്ടിനെ പറ്റിയാണ്. മാർട്ടിൻ ചേട്ടൻ ഒരു ഫുട്ബോൾ പ്ലെയർ കൂടി ആയിരുന്നു. ഇതിപ്പോ ടെമ്പററി ആണ്. ഇവർക്ക് വലിയ ഷെഡ് ഉണ്ടായിരുന്നതാണ്, അതെല്ലാം പോയി. ഞാൻ ആ കാഴ്ചയിലേക്ക് പോകട്ടെ. ആ കാണുന്ന ഒരു ബിൽഡിംഗ്, അതാണ് ആദ്യം മാർട്ടിൻ ചേട്ടൻ പറഞ്ഞ മാരിടൈം ബോർഡിന്റെ ബിൽഡിംഗ് ആണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. അവിടെ എന്തായിരുന്നു ഫംഗ്ഷനിങ്? എന്തായിരുന്നു അവിടെ ഓഫീസുണ്ട്. പോയതോ? ഇപ്പോഴും ഉദ്യോഗസ്ഥരുണ്ട് അവിടെ, എല്ലാ ദിവസവും വരുന്നുണ്ട്. ആണ്. അതിന് ഫംഗ്ഷനിങ് എന്തായിരുന്നു? അവിടെ ഈ മാരിടൈം ബോർഡിന്റെ എല്ലാ ഇതും ഉണ്ടാവും അവിടെ. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസ് വർക്കുകളും മറ്റൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഫുട്ബോൾ ഇതാണ്. ഈ മത്സ്യബന്ധനത്തിന്റെ ഇത് തീരം ഇവിടെ മത്സ്യബന്ധനം നടക്കുന്നു. ഒപ്പം തന്നെ ഇതായിരുന്നു ഇവരുടെ സജീവമായിട്ടുള്ള ഒരു ഫുട്ബോൾ കോർട്ട്. ഈ സജീവമായ ഫുട്ബോൾ കോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോ ഒരു സെവൻസിന്റെ ഗ്രൗണ്ട് പോലും ഇല്ല. ഈ സെവൻസിനോട്ട് ഇപ്പൊ ഇങ്ങനെയാണ് കളിക്കുന്നത്. നേരത്തെ ഈ ഗ്രൗണ്ട് നേരെ ഇങ്ങനെയായിരുന്നു, വട്ടത്തിലായിരുന്നു, അതായത് തീരത്തോടായിരുന്നു. നമ്മുടെ പഴയ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറിയാണ്. അതെ, 3 വർഷം. ഒപ്പം തന്നെ നിങ്ങളെന്നുള്ള ബന്ധം കൂടെ പറഞ്ഞു. മാർട്ടിൻ ചേട്ടന്റെ ഫാദറാണ് പാട്രിക് പെരേര, പൊതുപ്രവർത്തകനാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീമിന്റെ സെലക്ടറായിരുന്നു. ജില്ലാ 10 വർഷം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ സജീവമായി പൊതുരംഗത്തും ഫുട്ബോളുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്തു ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന്. ഈ വലിയ തുറക്കാരുടെ കാര്യങ്ങളൊക്കെ തേടി ഇറങ്ങിയതാണ് ഞങ്ങള്. എങ്ങനെയുണ്ട് വലിയ തുറയിലെ ജീവിതം? വലിയ തുറയിൽ പണ്ടത്തെ നിന്നും ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പൊ കുറെ ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും ജോലികളുണ്ട്. ഉദാഹരണമായിട്ട് കുറെ പേര് മീൻ അരിഞ്ഞു കൊടുക്കും. മീൻ കച്ചവടത്തിന് ഇറങ്ങാത്ത സ്ത്രീകളും മീൻ കച്ചവടത്തിന് ഇറങ്ങി തുടങ്ങി. മാർക്കറ്റായി. മാർക്കറ്റ് ഉണ്ടായിരുന്നില്ലേ? ഇല്ല, മാർക്കറ്റ് ഇല്ലായിരുന്നു. ഈ മാർക്കറ്റിന് എല്ലാവർക്കും വിശ്വാസമുണ്ട്. കാര്യം ഐസില്ലാത്ത ഫ്രഷ് മീൻ വരുന്ന ഏക പ്രദേശം ഇപ്പൊ ഇവിടെയാണെന്നുള്ള ഒരു വിശ്വാസം ആളുകൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ ഇവിടെ വന്ന് തന്നെ തിരുമല, പിന്നെ പാങ്ങോട് എല്ലാം ഉള്ള ആളുകൾ ഇവിടെ വന്ന് മീൻ മേടിക്കും. കാര്യം അവർക്ക് വിശ്വാസമുണ്ട്. ഇത് ഫ്രഷ് മീൻ കിട്ടും, നല്ല ഫ്രഷ് ആണ്. ജീവനുള്ള മീൻ പോലെ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോവാം. അതാണ് അതിന്റെ ഒരു പ്രധാന. ഓക്കെ, ഇവിടുത്തെ ഫുട്ബോൾ ഇപ്പൊ എങ്ങനെയാണ്? പഴയ ഒരു പ്രതാപം ഇല്ലല്ലോ പക്ഷെ ഇവിടുത്തെ വലിയ തുറക്കാരുടെ ഫുട്ബോളിന് ഇപ്പൊ നമുക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ കുറെ കല്ലൊക്കെ ഇട്ട് ഫുട്ബോളിന്റെ ഫണ്ട് 90-70 ആയിരുന്നു ഇവിടുത്തെ. ആക്ച്വലി 180 ആണ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഡയമെൻഷൻ. നമുക്ക് 90-70 ഉണ്ടായിരുന്നു. പക്ഷെ അതായത് ഒരു നിമിഷം ഈ കാണുന്ന ഈ ഗ്രൗണ്ട് ഇങ്ങനെയായിരുന്നില്ല, ഇങ്ങനെയായിരുന്നു അല്ലേ? ഇങ്ങനെയായിരുന്നു. അതായത് ഈ തീരം കയറി വന്ന് ഈ ഗ്രൗണ്ട് ഇത്രമാത്രം ചെറുതായി പോയതാണ്. ഇതിപ്പോ ഒരു ചെറിയ 7 ഫുട്ബോൾ ഇതിപ്പോ 50-40 ആണ്. 50-40 ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിനകത്തുള്ളൊരു പ്രത്യേകത, ഇപ്പൊ നമുക്ക് ഇവരുടെ ജീവിതമാർഗം തടഞ്ഞുകൊണ്ട് ഒരു പ്രവൃത്തിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ രാവിലെ സജീവമാണ്, വണ്ടി വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ജോലിയുണ്ട്. എല്ലാവരും സജീവമാണ്. അപ്പൊ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്രമണമൊക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ പൂന്തറ മുതൽ വലിയതുറ പാലത്തിന്റെ അപ്പുറം വരെ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ്. പുലിമുട്ടെന്ന് പറയുന്ന കടലിനകത്ത് ടീ ആയിരിക്കണം. ഇവർ ലെയ്തിരിക്കുന്ന ഐയാണ്. അപ്പൊ റൈറ്റ് സൈഡ് എടുത്തോണ്ട് പോകും. പൂന്തറ ഇട്ടപ്പോ ഭീമാവള്ളി എടുത്തോണ്ട് പോയി. 4 പേര് 5 പേര് വീടുകൾ. ഭീമാവള്ളിയിൽ ഇട്ടപ്പോ ചെറിയതുറ എന്ന് പറയുന്ന സ്ഥലം എടുത്തോണ്ട് പോയി.
ചെറിയ തുറ ഇട്ടപ്പോഴത്തേക്ക് വലിയ തുറയുടെ അവിടെ വരെ വിട്ടു. അപ്പൊ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ ഇത് മനസ്സിലാക്കി പിന്നെ ആളുകളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മുകളിലൊക്കെ പറഞ്ഞു. ഞാൻ ശശി തരൂരിനും എന്റെ പ്രതിനിധിയാണ് താലൂക്ക് ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ. അവിടെ ഞാൻ തന്നെ ഇത് പ്രസന്റ് ചെയ്തു. ഇത് അശാസ്ത്രീയമാണ്, ഈ പുലിമുട്ടിന് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഡ്രോയിങ് ഉണ്ടാക്കി കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ അത് 2.4 കിലോമീറ്റർ ഇവിടം തുടങ്ങി ശംഖുമുഖം ബോർഡർ വരെ 2.5 കിലോമീറ്ററിൽ 1.95 കിലോമീറ്റർ വർക്ക് തീർന്നു. അതായത് ഇനിയും ഇവിടെ പുലിമുട്ടിടാനുള്ള ഒരു നീക്കമൊക്കെ നടന്നു. ഇപ്പൊ ഇവിടുത്തെ ഞാൻ താഴെ മത്സ്യത്തൊഴിലാളി സംസാരിച്ചപ്പോൾ അവരും ഇവിടെ പുലിമുട്ടൊക്കെ വന്നാലും ശരിയാവുകയായിരിക്കും, തീരെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നു. പുലിമുട്ടെന്ന് പറയുന്നത് തീ ഇട്ട് കഴിഞ്ഞാൽ അപകടമില്ല. എന്നാൽ പോലും തമിഴ്നാട്ടില് അശാസ്ത്രീയമാണെന്ന് അവരെ കണ്ടുപിടിച്ചു. എനിക്ക് തീ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വാൾ ഫോം ചെയ്യല്ല. അതെ, അങ്ങ് അവിടെ പോകുമ്പോ അപ്പോ കടൽ അവിടെ അടിച്ചു നിൽക്കും. ഇത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്ന് റൈറ്റ് സൈഡിലോട്ട് സാൻഡ് എറോഷൻ കൂടും, അതിന്റെ ഫോഴ്സ് കൂടും. ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്? എന്റെ പേര് എ പുത്രൻ. ഓക്കെ. ഇവിടെ വലിയ തുറയില് ഞാൻ ഇവിടുത്തെ ഈ ഗ്രൗണ്ടിൽ കളിച്ച് നടന്ന ഒരു ഫുട്ബോൾ ആണോ? ബാങ്ക് മാനേജറാണ്? ഏത് ബാങ്കിലാണ്? ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ സീനിയർ മാനേജർ. ഓക്കെ, കൊള്ളാം. അപ്പൊ ഞങ്ങൾ ഈ രാവിലെ തന്നെ വലിയ തുറയിലെ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതിപ്പോ നിങ്ങള് ഇവിടുത്തെ കാഴ്ചകള് ഈ ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണോ? ഗ്രൗണ്ട് മാത്രമല്ല, എല്ലാം നമ്മുടെ മത്സരത്തിന് ഇവിടെ തീരം ശോഷണം, ഇവിടുത്തെ ലൈഫ്, അതന്നെ ഇവിടുത്തെ ലൈഫ്. സന്തോഷം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഫിഷിംഗ് ഹാർബർ, നമ്മുടെ ഇപ്പോഴത്തെ ഹാർബർ, ഫിഷിംഗ് ഹാർബർ അല്ല, ഇപ്പോഴത്തെ ഹാർബറിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതിന്റെ അറ്റാക്കാണ് ഇവിടെയൊക്കെ നടക്കണമെന്നുള്ള കാര്യം, വിഴിഞ്ഞത്തിന്റെ. പക്ഷെ അത് ഒരു ഇന്റർനാഷണൽ സാധനമാണ്, ഒരു മൈനസ് പോയിന്റ്സ് എപ്പോഴും ഉണ്ടാകാം. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇട സൈഡ് എപ്പോഴും അതൊരു പുലിമുട്ടാണ്. ആ പുലിമുട്ടിന്റെ ഇട സൈഡിൽ എപ്പോഴും നല്ല കര കിട്ടും. അടിമലത്തുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ കരയുണ്ട്. റൈറ്റ് സൈഡ് എടുത്തോണ്ട് പോകും. അപ്പൊ റൈറ്റ് സൈഡ് എടുക്കുന്നുണ്ട്. റൈറ്റ് സൈഡ് എടുത്തപ്പോ തടുക്കാനുള്ള ശക്തി കോവളമുനയ്ക്കുണ്ട്. അതുകൊണ്ട് പനത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് കോവളം കഴിഞ്ഞ അടുത്ത സ്ഥലം പനത്തറയാണ്. ഒരു വീട് പോലും പോയിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും ഈ വലിയ തുറക്കാരുടെ ആവശ്യങ്ങൾ അത് നിരവധിയാണ്, അനവധിയാണ്. അതിൽ ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ വേണം. ഈ പുലിമുട്ട് നിർമ്മാണം പോലും അശാസ്ത്രീയതയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രീ പാട്രിക് പെരേര പങ്കുവച്ചത്. അപ്പോൾ നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം, സംസാരിക്കാം. മറ്റു വാർത്തകളിലേക്കും ഒക്കെ പോകാം. ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. മോർണിംഗ് ബൈക്സ് വേഗം തിരികെ എത്തും വലിയ തുറയിലേക്ക് തന്നെ ഒരു ഇടവേളയിലേക്ക്. വിയർക്കാതിരിക്കാൻ കലാശി വീണ്ടും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ വലിയ തുറയിലെ ജനജീവിതം, അതിലേക്കാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത്. ഇതൊരു ലേലത്തട്ടാണ്, ലേലം വിളിക്കുന്ന സ്ഥലമാണ്. കണ്ടോ, മീൻ വളരെ ഫ്രഷായി. ആദ്യം തന്നെ പറഞ്ഞു ഐസിടാത്ത മീൻ ഇവിടെ ഉള്ളൂ. അപ്പൊ ഐസിടാത്ത മീൻ അത് ലേലം വിളിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ്. എന്ത് മീനാണോ ചേട്ടാ? ഇതെന്ത് മീനാ ചേട്ടാ? ഇതെന്ത് മീനാ? ക്ലാത്ത്. ഇതെന്തിനാ വറക്കാൻ കറി ആണോ? പുറത്തൊക്കെ എന്ത് വില അറിയപ്പെടുന്ന പോലും ക്ലാത്ത് തന്നെയാണ് ആണല്ലേ? ഇവിടെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ലേലം വിളി സജീവമായി നടക്കുകയാണ്. നമുക്ക് ഇവിടെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഇവിടെ നമ്മള് ഇവിടത്തെ ജനങ്ങളെയൊക്കെ കാണുമ്പോൾ പറഞ്ഞോ, ഇത് ഇവിടെ ലേലം വിളിക്കുന്ന സ്ഥലമാണ്. എല്ലാ ദിവസവും ഇവിടെ പിടിക്കുന്ന മീൻ മാത്രം. ഇവിടെ പിടിക്കുന്ന മീൻ പുറത്തൊന്നുമില്ല. മൊത്തം മീൻ ഇവിടെ വിൽക്കാൻ പാടില്ല. പുറത്തുള്ള ഉണ്ട്. അഞ്ചെങ്ങ് വള്ളത്തിൽ കൊണ്ട് ഐസ് മീൻ ഇവിടെ വിൽക്കാൻ പാടില്ല. പുറത്തുള്ള മീൻ ബാക്കിയുള്ള മീൻ ഇവിടെ വിൽക്കാം. അത് നിർബന്ധമാണ്. ഓക്കെ, പുറത്തു നിന്നുള്ള മീൻ എവിടെ നിന്നാണ് വരുന്നത്? ഇതിപ്പോ വലിയ തുറയല്ലേ, കണ്ണാതുറ, വെട്ടുകാട്, കൊച്ചുവേളി, വലിയ വേളി, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ചെറിയ തുറ, ഭീമാവളി, അവിടെ ഉള്ളവർ കൊണ്ടുവരും. ഇത് എന്ത് മീനാ? ഈ മീൻ ഇത് ക്ലാത്തി എന്ന് പറയും. ക്ലാത്തി രുചിയുള്ള മീനാണോ? ആ തലവിലൊക്കെ ഇല്ല, രുചിയുള്ളതാണ്. ഞങ്ങൾക്ക് തൃപ്തിയാണ്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോ ഇഷ്ടപ്പെടും. എന്താ? ഇത് തൊലിയൊക്കെ ഉരിക്കണം. അതിങ്ങനെ നല്ല ഈ ബലമുള്ള ദശയാണോ? എന്താ ഇത് ഇറച്ചിക്കുന്ന ഫ്ലഷിന് നല്ല ബലമുണ്ടോ? അതോ നല്ല ബലമുള്ളൂ? നല്ല ബലമുള്ളതാണോ? ഓഹോ, സ്ഥിരമായിട്ട് വരുന്ന മീനാണല്ലേ?
സ്ഥിരമല്ല, വല്ലപ്പോഴേ കിട്ടുള്ളൂ. അതായത് ഈ പാവടപ്പറ്റൊക്കെ ഉണ്ടല്ലോ, അവിടുന്നൊക്കെ കിട്ടുള്ളൂ ഇത്. ഇത് വലയെ കൊടുക്കുന്നല്ലേ? അല്ല, ചൂണ്ടയ്ക്ക് പിടിക്കുന്നതാണ്. ഓക്കെ, ഇതിനൊക്കെ എന്താ കിലോയ്ക്ക് വില വരുന്നത്? ഇവിടെ കിലോ അല്ല പ്രൈസ്. ഓക്കെ ഓക്കെ. ഞാനിപ്പോ ഒരു മീൻ വാങ്ങാൻ വന്ന് നടക്കൂലേ? ഒരു ആവറേജ് എത്ര കിട്ടും? ആവറേജ് കിലോയ്ക്ക് ഈ ക്ലാത്ത് ഒരു ക്ലാത്തിക്ക് 100 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. ഒരു ക്ലാത്തിക്ക് 100 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് ഒരു ക്ലാത്തി. അതാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഒരു മീൻ വാങ്ങാൻ വന്നാൽ ഇവിടെ നിന്ന് കിട്ടില്ല? ഒരു മീൻ കച്ചവടം വള്ളക്കാരിൽ ഒരു മീൻ തരൂല്ല, സെറ്റോടെ വിളിച്ചെടുക്കണം. ഓ, അപ്പൊ നമുക്ക് ഈ റീറ്റെയിൽ ആയിട്ട് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാരുണ്ട്. ഓ, പല സെക്ഷനാണ് ഇവിടെ. ലേലം, അവിടെ കച്ചവടക്കാർ ചേച്ചിമാര് എടുക്കും. ഇവിടെ നിന്നാണോ ആ ചേച്ചിമാര് വാങ്ങിച്ചോണ്ട് പോകുന്നത്? ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് പോകും. അവര് തന്നെ വെട്ടി കൊടുക്കും. അങ്ങനെ വെട്ടാനും ഒക്കെ അപ്പൊ അതിന് പ്രത്യേകം പൈസ കൊടുക്കണ്ടേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ അതാണ് വലിയതുറയിലെ ഈ ഒരു മേഖലയിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. അവിടെ മീൻ പിടിക്കുന്നു, നേരെ ഇവിടെ ലേലത്തട്ടിലേക്ക് വരുന്നു, ഇവിടെ ലേലം ചെയ്യുന്നു, ചേച്ചിമാർ അപ്പുറം തന്നെ നിൽക്കുന്നു. ഇവിടെ തന്നെ വിറ്റ് പോകും. ഇവിടെ പിടിക്കുന്ന മീൻ ഇവിടെ തന്നെ വിറ്റ് തീരും? ഇല്ല, അങ്ങനെയില്ല. ചില സമയത്ത് കൂടുതലാണെങ്കിൽ ഇവിടുന്ന് നമ്മള് 5 തെങ്ങ്, മരിയനാട് അങ്ങനെയൊക്കെ കൊണ്ടുപോകും. ഓ ഓ ഓ, അങ്ങനെയാണല്ലേ? ഇവിടെ കൊണ്ടുപോകും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ആ ചേച്ചിമാരുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇവരുടെ വർത്താനങ്ങൾ അതിന് മുമ്പ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു മീനൊക്കെ ഉണ്ടോ സ്ഥിരമായിട്ട്? ഇപ്പൊ മീൻ കുറവാണ്, ടഫാണ്. എന്താ മീനിന്റെ കുറെ കാരണം? ഇപ്പം സീസൺ കുറവാണ്. കാര്യം നമ്മുടെ കടലില് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അധികം ഉള്ളിലോട്ട് പോയി മീൻ പിടിക്കേണ്ടി വരുന്നു. കരയിൽ ഇപ്പൊ മീൻ കുറവാണ്. ഓക്കെ ഓക്കെ. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തീരം വളരെ കുറവാണ്. തീരം കുറഞ്ഞ എല്ലാവരും പറഞ്ഞു തീരം ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ വള്ളങ്ങൾ ഇവിടെ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കർക്കിടകത്തിൽ നമ്മൾ ഈ എല്ലാ ഫിഷർമാനും ആശ്രയിക്കുന്ന ഈ പലിയൂർ പാലത്തിനാണ്. ഇതിനകത്ത് നമുക്കിപ്പം പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോ പോയാൽ തന്നെ നമ്മൾ ഈ വള്ളം തിരിച്ച് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് ഏറ്റവും എൻഡിന്ന് നമ്മൾ മീന് ലോഡ് ഹെഡ് തലയിൽ ചുമന്നാണ് ഇവിടെ കൊണ്ട് നമ്മൾ ലേലം ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നത്. ഇവിടെ അടുപ്പിക്കാൻ പറ്റത്തില്ല. എന്താ റഫ്സീസിൽ നമുക്ക് ഇവിടെ വന്നിട്ട് വള്ളങ്ങൾ അടുപ്പിക്കാൻ പറ്റും. നമ്മൾ വന്നിട്ട് ഉപയോഗിക്കുന്നത് നമുക്കൊരു ഹാർബർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന പാലമാണ്. ഈ പാലം വന്നിട്ട് അപകടാവസ്ഥയിൽ കിടക്കുകയാണ്. ഇത് വന്ന് ഗവൺമെന്റ് വന്ന് കണ്ണു തുറക്കുന്നില്ല. ഇതിലെന്തൊക്കെ പ്രഖ്യാപനങ്ങൾ വന്നിട്ട് അവർ ചെയ്യുന്നുണ്ട്. അവര് പറയാണ് വന്നിട്ട് കമ്പനിക്കാരെ കിട്ടുന്നില്ല, ഇത് വന്നിട്ട് പണിക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. ഇതിനെ അവരെല്ലാം അവൈഡ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ വലിയതുറയില് ഇതിങ്ങനെ വന്ന് തീരം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കുഴപ്പം വിടുന്നത്. വികസനങ്ങൾ ഒരുപാട് വരേണ്ട സാഹചര്യമുണ്ട്. ഇതെല്ലാം വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതും വന്നിട്ട് ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ട് ഒന്നും കൊടുക്കുന്നില്ല. വെള്ളങ്ങൾ വയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വന്ന് വയ്ക്കാനും കൊടുക്കുന്നില്ല ഗവൺമെന്റ്. അവിടെ തന്നെ ഫിഷ് കാച്ചിങ് ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ സ്വന്തം റിസ്കിലാണ് അവർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഗവൺമെന്റ് ഉത്തരവാദി ആകണ്ട എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇത് വീഴത്തില്ല. ഇവര് പറയുന്നത് വീഴുമെന്നാണ്. ഈ കടൽ ഇത്രയും റഫൊക്കെ അല്ലേ? അപ്പൊ വലിയതുറ പാലത്തിന്റെ ഇവര് പറയുന്നത് നമ്മുടെ ആ ദൂരെ കാണുന്ന വലിയതുറ പാലത്തെ പറ്റിയാണ്. നമ്മൾ ആദ്യം ദൃശ്യങ്ങൾ കാണിച്ചു, ഇപ്പൊ ഒന്നുകൂടി കാണിക്കാം. ആ പാലത്തിന്റെ അറ്റത്തൊക്കെ ഇരുന്ന് മീൻ പിടിക്കുന്നവരുണ്ട്. ആ പാലത്തിന്റെ ഏറ്റവും തുമ്പത്ത് പോയിരുന്ന് അല്ലെങ്കിൽ സൈഡിലേക്ക് ഇറങ്ങി മീൻ പിടിക്കുന്നത് അവരെ എഴുതി കൊടുക്കുവോ? ഇങ്ങനെ ഇവിടെ നമ്മൾ അകത്ത് കേട്ടതിലായിരുന്നു. നമ്മുടെ സ്വന്തം റിസ്കിലാണോ പോണത്? അതിനുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളത്. റഫ് സീസൺ ആകുമ്പോൾ, കർക്കിടകം സീസൺ ആകുമ്പോൾ നമുക്ക് തീരത്തിൽ ഇവിടെ അടുപ്പിക്കാൻ പറ്റത്തില്ല വള്ളം. അപ്പൊ നമ്മൾ മീൻ അവിടെ നിന്നാണ് ലോഡ് ചെയ്യണത്. അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള ഒരു ഫെസിലിറ്റീസ് ഇപ്പൊ ഇല്ല. അവർ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. നമ്മളിത് മുകളിൽ കൂടെ നമ്മൾ ചാടി കൊണ്ടുവരണം. അത് നിങ്ങൾ അതിനകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് കാര്യം മനസ്സിലാവും. നമ്മളെയും കേട്ടില്ലാന്ന് തോന്നുന്നു. കളിക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും വന്നിട്ട് ഇല്ലാതിരിക്കണം. ഒരുപാട് പേർക്ക് ജോലി സാധ്യത ഉണ്ടായിരുന്ന ഇതാണ്. മത്സ്യത്തൊഴിലാളികൾക്കും തീരം ഒരുപാട് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴും അതിന്റെ ഇതില്ല, അവസ്ഥ ഇല്ല. ഇവിടെ വരുന്നത് മെയിനായിട്ട് നമുക്ക് ഇവിടെ ഒരു പുലിമുട്ട് അല്ലെങ്കിൽ ഒരു ഹാർബർ, ഒരു മിനി ഹാർബർ. ഇതൊക്കെ നമ്മുടെ 4 വരി 5 വരി വീടുകളൊക്കെ കടലെടുത്തോണ്ട് പോയി. ഇതിന്റെ അപ്പുറത്ത് 5 വരി വീടുകളിൽ പോയി. 5 വരി വീടുകൾ പോയപ്പോ അതിന്റെ കൂടെ മരങ്ങളും എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി ഇതൊരു ആഴക്കടലാണ്. അപ്പൊ ഇവനെല്ലാം വലിച്ചോണ്ട് പോയപ്പോ ഇത് പരപ്പം കടലായി. പരപ്പം കടലായപ്പോ അവന് ഓടി വരാൻ സൗകര്യമുണ്ട്. അപ്പൊ ട്രെഡ് ചെയ്യണമെന്നും പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ട്രെഡ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പഴയ കര കിട്ടും. ഈ ഒരുപാട് എഫേർട്ട് എടുക്കാനുണ്ട് ജനപ്രതിനിധികളുടെ ഭാഗത്ത്. നമുക്ക് എന്തായാലും നമ്മുടെ കൗൺസിലർ നമ്മോടൊപ്പം ചേരും ഈ സമയത്ത്. കൗൺസിലറെ നമസ്കാരം.
ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ വലിയുറയിൽ എങ്ങനെയുണ്ട് അവസ്ഥ എന്നൊക്കെ ഇറങ്ങിയതാണ്. എന്താണ് വലിയുറയിലെ കൗൺസിലർ എന്ന നിലയിൽ ഐറിൻ എന്നാണ് പേരല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ആളുകളുടെ ജീവിതമൊക്കെ നിലവാരമൊക്കെ? ഇവിടുത്തെ വലിയതുറയിലെ ആളുകൾ എന്ന് പറയുന്നത് വളരെ പഞ്ചപാവങ്ങളാണ്. ബേസിക്കലി സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ 10 ഇരട്ടി സ്നേഹം കൊടുത്തു തരുന്ന ആളുകളാണ്. കൂടുതലും മത്സ്യത്തൊഴിലാളികളാണ്. അവരെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ ആവറേജിന് ബിലോ ആവറേജാണ്. ആവറേജ് ആയിട്ടുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. എങ്കിൽ പോലും ഇവിടെ വളരെ മതസൗഹാർദ്ദത്തോടുകൂടെയും, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഇതില്ലാതെ എല്ലാവരും ഒത്തൊരുമയോടെ കഴിയുന്നവരാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യൂണിറ്റി വളരെ പ്രധാനപ്പെട്ട യൂണിറ്റി ആ ഒരു രീതിയിൽ പോകുന്നതാണ്. പിന്നെ മത്സ്യം ഇല്ലാതെ വരുമ്പോഴുള്ള വിഷമവും അത്തരത്തിലുള്ള കാര്യങ്ങളുമാണ് മുന്നോട്ട് പോയിക്കൊണ്ട്. ഞാൻ ഈ കൗൺസിലറിൽ ചോദിക്കുകയാണ്, ഇപ്പൊ ഇവരെല്ലാവരും ഒരുപാട് പേര് പറഞ്ഞു ഈ തീരത്തിന്റെ പ്രശ്നം, ഈ പുലിമുട്ട് നിർമ്മാണത്തിൽ അശാസ്ത്രീയത, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ജനപ്രതിനിധികൾക്ക് എത്രത്തോളം ഇടപെടാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഒരു സമ്മർദ്ദം ചെലുത്താനൊക്കെ? എന്ത് ചെയ്യാൻ കഴിയും? ജനപ്രതിനിധികളൊക്കെ ജനങ്ങളുടെ കൂടെ തന്നെയാണ്. അതായത് പൊതുപ്രവർത്തകരുമായിട്ട് നിൽക്കുന്നവരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഒരുമിച്ച് നിന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ തീരത്തിന്റെ കാര്യത്തോട് വരുമ്പം ജനങ്ങൾക്ക് ഓരോരുത്തരും ഓരോ ആശയങ്ങളാണ് കൊണ്ടുവരുന്നത്. കുറച്ചുപേര് പറയും ഇവിടെ ഹാർബർ വരട്ടെ, കുറച്ചുപേര് പറയും ഇവിടെ നമുക്ക് സീ വാള് കെട്ടി സംരക്ഷിക്കാം, ഏതാ മറ്റൊരു സമൂഹം പറയുന്നത് ഇതിന് പുലിമുട്ടിടട്ടെ. അപ്പം അക്കാര്യത്തില് വ്യക്തത ഒരു ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്രീയ പഠനം നടന്നിട്ടുണ്ടാവില്ലേ? ശാസ്ത്രീയ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇവിടവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനം വൈകുന്നതിന്റെ പിന്നിലെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ആണ്. അപ്പോൾ പ്ലേ ഗ്രൗണ്ടിനെ സംരക്ഷിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനവും നടത്തത്തക്ക രീതിയിൽ നമുക്ക് തീരം സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പം എന്നാൽ ഗ്രൗണ്ടിനെ മാത്രം സംരക്ഷിക്കാനാണെങ്കിൽ ഇതിനു മുന്നേ നമുക്ക് സംരക്ഷിച്ച് പോകാമായിരുന്നു. ഇനി ഇത് ഗ്രൗണ്ട് വേണ്ട, മത്സ്യബന്ധനം നടത്താമാണെങ്കിൽ അത് നടക്കുമായിരുന്നു. പക്ഷെ ഇതിനെ രണ്ടിനെയും സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് വൈകിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ എനിക്ക് ആദ്യം പറഞ്ഞപ്പോൾ ഈ തീരത്തിൽ തന്നെ ഇവിടെ 4 നിര വീടുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ദൂരത്തിൽ അതൊക്കെ വീട് എടുത്തു പോയതാണല്ലേ? കടലെടുത്ത് പോയതാണ്. അത് അടുത്തിടെയായിട്ട് പോയതല്ല, കാലാകാലങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ പോലും 2020, 19 ശേഷം 18 ശേഷമൊക്കെ വീടുകൾ പോയിട്ടുള്ളതാണ്. അത് ഇവിടെ മാത്രമല്ല, തീരപ്രദേശങ്ങളിലുടനീളം വരുന്നതിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ഇവിടെ വിഴിഞ്ഞം പോർട്ട് വന്നതിന്റെ ഭാഗമായിട്ടും കല്ലടുക്കുമ്പം സമ്മർദ്ദത്തിൽ വെള്ളം കയറി അങ്ങനെ വീട് ധാരാളം പോയിട്ടുള്ളതായിട്ടുള്ള ആ ഒരു പ്രവണത കൊണ്ട് വീടുകൾ പോയിട്ടുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഇറങ്ങി വളരെ ദൂരം പോയി അങ്ങ് ഇരുന്നിട്ടുള്ളവരാണ്. ഇവിടെ ഒരു കുടിവെള്ളത്തിന് ഇവിടെ പ്രശ്നമില്ല. കുടിവെള്ളം സമ്പൂർണ്ണമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. സൗജന്യമായിട്ട് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. കണക്ഷന് വേണ്ടിയിട്ട് യാതൊരു രൂപ പോലും മുടക്കുമുതലിടാതെ തന്നെ ചെയ്യുന്നുണ്ട്. കൂടാതെ BPL കാർഡുകാർക്കാണെങ്കിൽ പിന്നെ അതായത് ലൈഫ് ലോങ് സൗജന്യമാണ്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തീര ശോഷണവും തൊഴിൽ സംബന്ധമാണല്ലേ? അതെ, തൊഴിൽ സംബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മത്സ്യസമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നു. കാരണം കടലിൽ യഥേഷ്ടം അവർക്ക് പോയി മത്സ്യം പിടിച്ചു കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിയന്ത്രണമുണ്ട്. 12 നോട്ടിക്കൽ മൈൽ വരെ പോയി മാത്രമേ മത്സ്യബന്ധനം നടത്താവൂ. പക്ഷെ 12 മൈൽ നോട്ടിക്കൽ പിന്നെ ദൂരത്തിന് അപ്പുറത്താണ് മത്സ്യം കൂടുതലുള്ളത് തന്നെ. അപ്പൊ അത് കാരണം ഇപ്പൊ മത്സ്യത്തൊഴിലാളികളെയും മത്സ്യബന്ധനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ കൃത്രിമ പാര് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ കൃത്രിമ പാര് വഴി മത്സ്യത്തെ വളർത്തി, മത്സ്യസമ്പത്ത് വളർത്തി മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തേണ്ടി കൊണ്ടുവന്ന് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബ്ലൂ ഇക്കോണമി നയം, നമ്മുടെ ആളുകളുടെ മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പം മത്സ്യത്തൊഴിലാളികൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം ചെലവ് കൂടുമ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനം വളരെയധികം കുറയും. അപ്പൊ ആ രീതിയിലൊരു ദുരിതം ഉണ്ട്. എങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികൾ അവർക്ക് അന്നുള്ള ആഹാരത്തിനുള്ള വക കിട്ടിയാൽ അവർ സംതൃപ്തരാണ്. കൂടുതൽ അത്യാഗ്രഹമുള്ളവരല്ല. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞത് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. എങ്കിൽ പോലും നമുക്ക് പെൻഷൻ തരാൻ നേരമില്ല. 6 മാസമായി പെൻഷൻ തരാതെ. 6 മാസമായി പെൻഷൻ പരാതിപ്പെട്ടോ? ഇവിടെ തരാൻ വേണ്ടി തരുന്നില്ല. അവിടെ പണമില്ലെന്ന്. അയ്യോ, ഇവിടെ അടിയാവുന്നു. പണമില്ലെന്ന്. ഇനി ആരെ പണം കൊടുക്കാൻ വേണ്ടി? എന്നെ ഇടിക്കല്ലേ, ഞാനൊന്നും ചെയ്യില്ല. ഇത് കൊണ്ടുവന്ന് എന്തായാലും പ്രതിഫലം
നമ്മൾ അത് കാണട്ടെ. നിങ്ങൾ പരാതി പറഞ്ഞു ആ മീൻ കാണിച്ചേ, ഒരു മീൻ. ഇതിപ്പോ അവിടെ കൊണ്ട് വിൽക്കുന്നതാണോ? ഇതിപ്പോ ലേലത്തിൽ വിളിച്ചല്ലേ? ഇത്ര മീൻ എത്ര ലേലത്തിൽ? 1100. ഒന്ന് ബോഡി എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? അവര് പറയണ 1100 രൂപയ്ക്ക് എടുത്ത് അവര് പറയണ 2000 രൂപ. മനുഷ്യനെ ദ്രോഹിക്കാനല്ലേ ഈ സ്ത്രീ നടക്കുന്നത്? ഒരുപാട് അന്തർക്കം കാണിക്കല്ലേ പെണ്ണെ, നീ പോ. എന്ത് കാണിക്കലെന്ന്? ഒരുപാട് അന്തർക്കോ? പേരെന്താ? എന്റെ പേര് റോണിക്കം. റോണിക്കം? യെസ്. ഓ, പൊളി പേര്. പൊടിക്കാരി. ചേച്ചിയാണോ? ചേച്ചി, ഈ റോണിക്കും പ്രശ്നക്കാരിയാണോ? ആണല്ലേ? അതെ. ഇത് പ്രശ്നമാണ്. അതായത് ഇവർ പറയുന്ന കാര്യം, ഇവരുടെ വികാരം അത് പ്രകടിപ്പിക്കുന്നതാണ്. പക്ഷെ അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെ മരിച്ചു? ഓക്കെ. റോണിക്ക് ചേച്ചി പറഞ്ഞു കഴിഞ്ഞില്ല ചേച്ചി. ആ, റോണിക്കം. എനിക്ക് ഇഷ്ടപ്പെട്ട പേര് റോസി. ഓക്കെ ഓക്കെ ഓക്കെ. വിളിച്ചോണ്ട് പോവാ, വാ 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 എന്ന് പറഞ്ഞില്ല. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ജീവിക്കും. ഒരു നേരത്തെ പിള്ളേരെ 4-5 മക്കളായിട്ടുണ്ട്, എങ്ങനെ ജീവിക്കും? അവന്റെ അടിനാവിലിടുക, പെൻഷൻ കൊടുക്കാനും കിടക്കുന്നു. ഒരു വോട്ടിന് വരുമ്പോ നല്ല ചൂലിനി ചാണകം മുക്കി അടിക്കും. ശരി, വലിയ പ്രതിഷേധമാണ്. ഈ പെൻഷൻ മുടങ്ങുന്നതാണ് ചേച്ചിയെ ഇത്രയും ദോഷവിലാക്കിയത്. ഉറപ്പായിട്ടും 5 മാസമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടില്ല. 5 മാസത്തെ പെൻഷൻ മുടങ്ങി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അത് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. എന്നാലും നമ്മൾ ഒരു റിപ്പോർട്ടിലേക്ക് പോയ ശേഷം മടങ്ങിയെത്താൻ തോന്നുന്നു. നമ്മൾ ഈ വലിയതുറയിലെ കാഴ്ച കാണുമ്പോൾ അതിനൊപ്പം തന്നെ മറ്റു ചില വാർത്തകൾ കൂടി നോക്കണമല്ലോ. ഈ ഓൺലൈൻ ഷോപ്പിംഗിൽ നമ്മൾ വളരെ സജീവമാണ്. എല്ലാവരും ഫോണിൽ കുത്തിയിരുന്ന് ഷോപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ് കൂടുതൽ ഷോപ്പിംഗിൽ മുൻപിലെന്നല്ലേ നമ്മുടെ ഒരു ധാരണ. എന്നാൽ അങ്ങനെയല്ല എന്നാണ് IIM അഹമ്മദാബാദിന്റെ റിപ്പോർട്ട്. പുരുഷന്മാരാണ് അത്ര ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗിൽ മുന്നിലുള്ളത്. നമുക്ക് അത് ആ പഠനം എന്താണെന്ന് നോക്കിയിട്ട് വരാം വേഗം. പുരുഷന്മാരെക്കാൾ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളാണ് എന്നാണല്ലോ പൊതുവെയുള്ള ധാരണ. എന്നാൽ ഈ ഷോപ്പിങ്ങിനായി സ്ത്രീകളെക്കാൾ കൂടുതൽ പണം ചെലവഴിക്കുന്നത് പുരുഷന്മാരാണെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. IIM അഹമ്മദാബാദാണ് പഠനം നടത്തിയത്. ഓൺലൈനായി നടത്തിയ സർവേയിൽ 25 സംസ്ഥാനങ്ങളിൽ നിന്നായി 35,000 പേരാണ് പങ്കെടുത്തത്. ഓൺലൈൻ ഷോപ്പിങ്ങിനായി പുരുഷന്മാർ ശരാശരി 2,484 രൂപ ചെലവഴിക്കുന്നതായി സർവേയിൽ കണ്ടെത്തി. ഇത് സ്ത്രീകൾ ചെലവഴിച്ചതിനേക്കാൾ 36% കൂടുതലാണ്. സ്ത്രീകൾ ഇതിനായി ശരാശരി 1,830 രൂപ ചെലവഴിച്ചതായാണ് കണ്ടെത്തിയത്. ഡിജിറ്റൽ റീറ്റെയിൽ ചാനൽസ് ആൻഡ് കൺസ്യൂമേഴ്സ് ദ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന പേരുള്ള സർവേ റിപ്പോർട്ട് ഞായറാഴ്ചയാണ് പുറത്തുവിട്ടത്. സർവേയിൽ പങ്കെടുത്ത 47% പുരുഷന്മാരും 58% സ്ത്രീകളും ഓൺലൈനിലൂടെ തങ്ങൾ ഫാഷൻ വസ്ത്രങ്ങൾ വാങ്ങുന്നവരാണെന്ന് വെളിപ്പെടുത്തി. 23% പുരുഷന്മാരും 16% സ്ത്രീകളും ഓൺലൈനായി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങിയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഡൽഹി, മുംബൈ, ചെന്നൈ തുടങ്ങിയ ടയർ 1 നഗരങ്ങളെ അപേക്ഷിച്ച് ജയ്പൂർ, ലക്നൌ, നാഗ്പൂർ, കൊച്ചി മുതലായ ടയർ 2 നഗരങ്ങളിൽ ഉള്ളവർ ഫാഷനു വേണ്ടി 63% കൂടുതലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് വേണ്ടി 21% കൂടുതലും പണം ഓൺലൈൻ ഷോപ്പിംഗിലൂടെ ചെലവഴിച്ചതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഫാഷൻ ഉൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും വാങ്ങുമ്പോൾ 87% പേരും ക്യാഷ് ഓൺ ഡെലിവറി തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നും സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ആ കഥ കണ്ടല്ലോ. ഈ ആണുങ്ങളപ്പോൾ ഷോപ്പിംഗിൽ ഒട്ടും പിന്നിലല്ല. ഏറ്റവും കൂടുതൽ പൈസ മുടക്കി ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നപ്പോൾ ആണുങ്ങളാണത്രേ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ കണ്ടു അവിടെ ആ ലേലത്തട്ടിൽ ചേച്ചിമാർ നമ്മളെ വട്ടോട്ട് പിടിച്ചൊക്കെ ഓർമ്മയില്ലേ? ആ ചേച്ചിമാർ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ വിൽക്കുന്നത്. കണ്ടോ, അവിടെ നിന്ന് എടുക്കുന്ന മത്സ്യം, ഇവിടെ ഐസിടാത്ത മത്സ്യം കിട്ടും. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ലേലത്തിൽ വിളിക്കുക, ഇവിടെ വരിക, നല്ല മീൻ കിട്ടും. നല്ല ഇത് കല്ലുമ്മക്കായ. ചേച്ചി, ഇതിന്റെ വിലയൊക്കെ എന്തൊക്കെയാ?
ആ കക്ക 100 രൂപ അല്ലേ? ഓക്കെ. ഇത് കൊഴിയാളയോ? കൊഴിയാള 200 രൂപ. ആ കീരിച്ചാള 200 രൂപ. കീരിച്ചാള 200 രൂപ. മീന് വില കൂടുതലാണോ കുറഞ്ഞോ? വരണ്ട കാലാവസ്ഥ, ഒരു വകയില്ല, ക്ഷാമം പിടിച്ച് 10-20 വർഷത്തിന് മുമ്പുള്ള ക്ഷാമം കടലിൽ. ഓ ഓ ഈ കക്കയൊക്കെ എന്നാ വില പറഞ്ഞ 200 100 രൂപ. 100 രൂപ അല്ലേ? ഓക്കെ. അതുണ്ട്. ഓക്കെ ഓക്കെ. ഇത് ഇവിടുന്ന് തന്നെ എടുത്താണോ? ഇവിടുന്ന് എടുത്താണല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞില്ല ആദ്യം അവിടെ നിന്ന് ലേലത്തിലെടുക്കും, എന്നിട്ട് അവർ ഇവിടെ കൊണ്ടു വിൽക്കും. ഇതിൽ കുറച്ചുപേര് ഇവിടെ വൃത്തിയാക്കി കൊടുക്കാനൊക്കെ ആൾക്കാർ വേറെ ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെ കുറെ പേരുണ്ട്. നമുക്ക് ഈ വഴി നമുക്ക് പോയി നോക്കാം. ഈ ചേച്ചി ഇങ്ങണ്ട് രാവിലെ തിരക്കൊക്കെ ഉണ്ടോ? തിരക്ക് കുറവ്. പിന്നെ മീനിനോട് ആരും വരുന്നില്ല. വില കൂടിയ മീനുകൾ എടുത്ത് വെച്ചിട്ട് കാത്തിരിക്കും. ഏതാ മീൻ? നെയ്മീനാണോ? ഇത് നെയ്മീനാ, ഇത് ചീലാവ്, ഇത് അയില, ഇത് കൊഴിയാള, ഇത് കണവ. ഓക്കെ. എന്താ നെയ്മീന്റെ വില? എന്താ നെയ്മീന്റെ വില 1000 രൂപയുള്ളൂ കിലോ. അതിന്റെ ഉള്ളു കിലോ 1000 രൂപ. പക്ഷെ ഇവിടെ ഐസ് മീൻ വിൽക്കുന്ന 1100. മറ്റേ ഓൺലൈനിൽ കച്ചവടക്കാൻ. എന്നാലും നമ്മൾ 1000 രൂപ എടുത്തിട്ട് കൂടെ മേടിക്കാൻ ആളില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മളെ വലിയ കടപ്പുറത്തെ ഫ്രഷ് മീനെ ഇവിടെ വിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മേടിച്ച് വിട്ടിട്ടും ആളില്ല മേടിക്കാൻ. ഈ മണൽ ഇങ്ങനെ വെക്കുന്നത്? മണല് കരയിൽ മീൻ ചളിക്ക് വീഴാതിരിക്കാൻ വേണ്ടി വെക്കുന്നത്, അല്ലാതെ ആർക്ക് ദോഷം ചെയ്യാനൊന്നും വെക്കുന്നില്ല. അല്ലാതെ കഴുകിയ പോവാ കഴുകിയതാ ചേച്ചി കാണിച്ചിട്ടുണ്ട്. ഈ മണല് ഇങ്ങനെ മണല് പോയാ കണ്ട അതാണ് മണല് പോയി. ഓക്കെ. അപ്പൊ എന്താ ഐസ് ഇട്ടാലേ പ്രശ്നമുള്ളൂ, മണലിട്ടാ കുഴപ്പമൊന്നുമില്ല. അതെ അതെ. ഏതാ ഗ്യാരണ്ടിയാണ്? ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കും. സ്വർണത്തിന് വരും പോലെ കടപ്പുറത്തിന് ഗ്യാരണ്ടിയാണല്ലേ? ഞങ്ങൾ ഗ്യാരണ്ടിയോടെ എടുത്തു കൊടുക്കുന്നത്. ഞാൻ മീൻ മേടിച്ചിട്ടേ പോണുള്ളൂ. റേഷൻകാര് കഴിഞ്ഞ പ്രാവശ്യം ആളെ മേടിച്ചോണ്ട് പരിശോധിച്ചിട്ട് തിരിച്ച് വന്നു ഇവിടെ. എന്നിട്ടോ മേടിച്ചോണ്ട് പോയി. ആണോ? ഇപ്പോഴും വരുന്നത് നമ്മുടെ ഒന്ന് മേടിക്കാൻ. അങ്ങനെ വേണം. ഫ്രഷ് മീൻ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് മനസ്സ് നിറച്ചു കൊടുക്കണം. ലക്ഷ്മി മേളകം രണ്ട് മേടിച്ചോണ്ട് പോയി. അവര് വാട്സപ്പിലൊക്കെ ഇട്ടല്ലോ ഞങ്ങളെല്ലാരെയും. ആണോ? ഓ ദേ ഇപ്പൊ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുക, എല്ലാരും കണ്ടോണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ഇതുപോലെ ചേച്ചിമാരിങ്ങനെ രാവിലെ സജീവമാണ്. ഇത് അയ്യോ ഇതെന്താ ചേച്ചിയുടെ തട്ടെന്താ ഒഴിഞ്ഞെടുക്കുന്നത്? ചേച്ചി എന്താ തട്ടെന്താ ഒഴിഞ്ഞെടുക്കുന്നത്? തട്ടൊഴിഞ്ഞ് കിടക്കുന്ന ഈ കടപ്പുറത്ത് മീൻ കുറവായോണ്ടാ, മീൻ ഒട്ടുമില്ല. അപ്പൊ ഇന്ന് മീൻ എടുത്തേ ഇല്ലേ? ഇന്ന് മീൻ പൊതുവെ എടുത്തില്ല. എടുക്കുന്ന മീനിന് ഭയങ്കര വിലയായോണ്ട് ആ വിലക്ക് മേടിക്കാൻ വേണ്ടിയുള്ള ആളില്ല. അതുകൊണ്ടാണ് നമ്മൾ മീന് എടുക്കാത്തത്. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ കഴിഞ്ഞു? ഭയങ്കര ബുദ്ധിമുട്ടാണ്. 3 ദിവസം കൊണ്ട് എന്നെ പോലെ കുറെ അമ്മച്ചിമാര് വന്നിട്ട് തിരിച്ചു പോവാണ്. ഈ കടപ്പുറത്ത് മാത്രം തന്നെ കുറെ മീൻ കുറവായിരിക്കുന്നു. ഞാൻ ഈ തട്ടടുപ്പ് വിചാരിച്ച് നിങ്ങൾ ഇത് വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടി വെച്ച തട്ടാണെന്നാണ്. വിൽക്കാൻ അല്ല, അത് ഞാൻ ഒഴിഞ്ഞെടുക്കുന്നോട് സംസാരിച്ചാണോ? അത്രയും ബുദ്ധിമുട്ടില്ല ജീവിക്കുന്നത്. അതാ ഈ വെട്ടുകാർക്ക്. നമുക്ക് മീൻ കടപ്പുറത്തില്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അങ്ങനത്തെ ഉള്ള കുറെ ഒഴിഞ്ഞ തട്ടുകളുണ്ടല്ലോ ഇവിടെ. ഈ തട്ടുകളിലൊന്നും മീനില്ല അല്ലേ? അപ്പൊ മറ്റുള്ളവരൊക്കെ കൂടിയ വിലക്കാണ് മീൻ എടുത്തിരിക്കുന്നത്. കൂടിയ വിലക്ക് എടുത്ത് അതേ കൂടിയ വിലക്ക് വിൽക്കുന്നോണ്ട് ആളില്ല, മീൻ മേടിക്കാൻ ആളില്ല. ഓക്കെ. ഒന്ന് ഒതുക്കി കൊടുത്തേക്ക് ആ വള്ളമായിട്ട് അവർ പോട്ടെ. അവരുടെ തൊഴിലിനെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല. ഓക്കെ. ചേച്ചി എങ്ങനെ ഈ മീൻ വെട്ടിക്കൊടുക്കാൻ വേണ്ടി? നമ്മൾ മീൻ വാങ്ങി കഴിഞ്ഞാൽ അവര് മീന് വാങ്ങി കഴിയുമ്പോ അവർക്ക് കട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ തരും. നമ്മളത് കട്ട് ചെയ്ത് അവർക്ക് കൊടുക്കൂല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ മീൻ കട്ട് ചെയ്യണ എങ്ങനെ ചാർജ് ചെയ്യണേ? ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു വാളയാണെങ്കിൽ 20 രൂപ, 200 രൂപയുടെ മീനാണെങ്കിൽ 30 രൂപ. അങ്ങനെയാണ് പല റേറ്റ് നമ്മൾ അവര് വാങ്ങി കട്ട് ചെയ്ത് കൂട്ടിലാക്കി കൊടുക്കും, കവറിലാക്കി കൊടുക്കും അല്ലെ? ഇന്ന് ഉണ്ടായിരുന്നു എത്ര പേര് വന്നു? മീനൊന്നും ഇല്ല, ആർക്കും കട്ട് ചെയ്തുമില്ല. അയാൾക്ക് മാത്രം ഒരാളെ വീണ്ടും കൊടുത്ത് അയാൾ കട്ട് ചെയ്ത് കൊടുക്കും. ഓഹോ. അപ്പൊ ഇന്നത്തെ കാര്യം ഇച്ചിരി കഷ്ടമാണ്. ഇന്നത്തെ അല്ല, ഇപ്പൊ ഈ തിങ്കളാഴ്ചക്ക് ശേഷം ഇങ്ങനെയാണ് കാര്യം. എന്താന്ന് പറഞ്ഞാൽ ഇവര് പൂന്തറയെന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മീൻ എടുത്തോണ്ട് വരുമ്പോഴായിരുന്നെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടുമായിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മുടെ പള്ളിയിൽ നിയമം വെച്ചിരിക്കുന്നത് പൂന്തറയെന്നും വിഴിഞ്ഞത്തൊന്നും അപ്പുറത്തെ സൈഡിൽ നിന്നൊന്നും മീൻ കൊണ്ടൊന്നും ഇവിടെ കച്ചവടം ചെയ്യാൻ പാടില്ല. ഈ കടപ്പുറത്തുള്ള മീൻ മാത്രമേ ലേലം ചെയ്ത് ഇവരെ എടുത്ത് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ 6500 വിൽക്കുന്നത് അവിടെ 5500 കിട്ടും. 1000 രൂപ പെണ്ണുങ്ങൾക്ക് വണ്ടിക്കൂലി 500 രൂപ പോയാലും 500 രൂപ അവർക്ക് വെള്ളം കുടിക്കാൻ കിട്ടുമായിരുന്നു.
ഇപ്പൊ എല്ലാം കൂടെ അവര് കുടുങ്ങിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ പള്ളിയിൽ നിന്ന് പറഞ്ഞ നിയമം ഒന്ന് മാറ്റിപ്പിക്കാൻ പറ്റില്ലായിരുന്നു? അത് അവര് അച്ഛൻ കമ്മിറ്റിക്കാരുടെ വാക്കാണ് കേൾക്കുന്നത്, വള്ളക്കാരുടെ വാക്കാണ് കേൾക്കുന്നത്. പെണ്ണുങ്ങൾ എങ്ങനെ പോയാലും അവർക്ക് കുഴപ്പമില്ല. കാര്യം ആണുങ്ങൾക്ക് 200 രൂപ കിട്ടിയാൽ അവര് വെള്ളം അടിക്കാനേ എടുക്കത്തുള്ളൂ. പെണ്ണുങ്ങൾക്ക് 200 രൂപ കിട്ടിയാൽ അവരുടെ വീട്ടില് കുഞ്ഞുമക്കൾക്കും അവരുടെ പട്ടിണിയാണ് തീരുന്നത്. പക്ഷെ അതൊന്നും ചിന്തിക്കാതെയാണ് ആണുങ്ങൾ പിന്നെ തൊഴിലിന് പോയാൽ മൊത്തം വെള്ളം അടിക്കും, അങ്ങനെയാണോ? ഇപ്പൊ ഇന്ന് പോയാൽ 200 കിട്ടത്തില്ല. അവരുടെ വള്ളക്കാർക്ക് ചെലവിന് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അപ്പൊ പിന്നെ അവര് എവിടെ എന്ത് ചെയ്യാനാണല്ലേ? 500 കൂടുതൽ കിട്ടിയാലേ വീട്ടിൽ എന്തെങ്കിലും 200 കൊടുക്കത്തുള്ളൂ. നമ്മുടെ ഇവിടുത്തെ ആണുങ്ങള് മിക്ക ആൾക്കാരും അങ്ങനെ ഉള്ളവരാണ്. ഈ കുടിക്കാത്ത ഒരാണും ഇല്ല. കുടിക്കാത്തവരാണെങ്കിൽ അവർക്ക് വേറെ പല പ്രശ്നങ്ങളും കാണും. നമ്മളൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. നമ്മൾ എടുക്കുന്നതായിരുന്നു. നമ്മൾ ഈ വലിയ തുറയിലെ ചേച്ചി ചോദിച്ചത് നമ്മൾ എന്താണ് ഈ രാവിലെ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ വലിയ തുറ നിങ്ങളൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നതാണ്. ഇത് ലൈവാണ്. ജീവിതം വളരെയധികം ബുദ്ധിമുട്ടാണ്, വളരെയധികം ബുദ്ധിമുട്ടാണ്. ആത്മഹത്യന്റെ വക്കിലെന്നേ പറയാവൂ. അത്രയും വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്റെ മക്കൾക്ക് ഒരു ബിസ്ക്കറ്റ് മേടിക്കണമെങ്കിൽ ഞാൻ ഇന്ന് ബ്ലേഡിന് പോകണം. അങ്ങനത്തെ നിലമയില് ജീവിതങ്ങൾ ഏകദേശമുള്ള അമ്മമാർക്ക് ഓടുക, വലിയവരുള്ളവർക്ക്. അതാണ് ജീവിതം. അത്രമാത്രം ദുരിതത്തിലേക്ക് പോകാനുള്ള കാരണം എന്താ? കാരണം അനീതിയായിരിക്കാം, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ഇതായിരിക്കാം. എല്ലാ കടപ്പുറത്തെ ഒരു 100 വെള്ളം പോയാൽ ഒരു 50 വെള്ളത്തിനെങ്കിലും മീനുണ്ട്. ഈ കടപ്പുറത്ത് 50 വെള്ളം പോയാൽ 10 വെള്ളത്തിന് മീനില്ല. ഈ കടപ്പുറത്തിന് മാത്രമാണ് ആ പ്രശ്നമുള്ളത്? ഈ കടപ്പുറത്ത് തന്നെയാണ് ഞാൻ ഇപ്പൊ ഏകദേശം ഒരേ കടലാണ്. പിന്നീട് വലിയ തുറക്കാരുടെ കടലിനോട് ഇത്ര അത് അറിയില്ല. കാലാവസ്ഥയുടെ കുഴപ്പമാണോ, കടലമ്മയുടെ കുഴപ്പമാണോ, എന്തൊരു കുഴപ്പമാണെന്ന് നമുക്കറിയില്ല. അതിന് കണ്ടെത്തുക, അത്രേ ഉള്ളൂ. കടലില് മീനില്ല, അതുകൊണ്ടാ ഈ പണിക്ക് പോകുന്നവർക്ക് മീൻ കിട്ടാത്തത്. മീൻ ഉണ്ടായിരുന്നിട്ട് കടലമ്മ തരാതെന്നും അറിയില്ല. ശരി 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 ഓക്കെ ചേച്ചി, എന്തായാലും സന്തോഷം. എന്തായാലും ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹരിക്കപ്പെടും, മാറും ചേച്ചി. എല്ലാം ജീവിതം മുന്നോട്ടല്ലേ നമുക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ചേച്ചിമാരുണ്ട്. എന്താ എന്നെ വിളിക്കുന്നു? എന്താ ചേച്ചി? പച്ച മീന് കടപ്പുറത്തുനിന്ന് ഇപ്പൊ 6300 രൂപയുടെ മീന് അത് മേടിക്കാൻ വരെ ഇവിടെ ആളില്ല. കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ സാറേ. ഒരുപാട് പേര് പുറത്തുനിന്ന് വരുന്നുണ്ടല്ലോ. ഇവിടെ ആരില്ല. ഇപ്പൊ സാറന്മാർ ഇവിടെ നിൽക്കുന്നല്ലേ, ഇവിടെ ആരെങ്കിലും ഉണ്ടാ? പക്ഷെ 200 രൂപയുടെ മീൻ മേടിക്കാൻ കൂടെ അവരെ കൊണ്ട് പറ്റുന്നില്ല സാറേ. വലിയ പാന്റ് ഉടുപ്പൊക്കെ ഇട്ടാണ് വരുന്നത്. ഞാൻ പൊതുമന്ത്രിയാണ് പറയുന്നത്. പാന്റ് ഉടുപ്പും കണ്ണാടിയൊക്കെ വെച്ച് വണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും 10,000 രൂപയുടെ മീൻ മേടിക്കുമെന്ന്. പക്ഷെ 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 50 രൂപയ്ക്ക് മേടിക്കും. ഇതുള്ളതാണ് സാറേ ഞാൻ പറയുന്നത്. നമ്മൾ വില കൂടിയ മീന് മേടിച്ചു വെച്ചാ അവർക്ക് 200 രൂപയുടെ മീന് 100 രൂപയ്ക്ക് കൊടുക്കണം. നമ്മളെ കയ്യിൽ നിന്ന് വെച്ച് കൊടുക്കണ്ടേ സാറേ? ഇതാണ് ഇതിന് കോഴികളുടെ വില എന്താ? ഇതിന് 200 രൂപയ്ക്കാണ് സാറേ വെച്ചിരിക്കുന്നത്. ഒരു പങ്ക് 200 രൂപയ്ക്കാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അവർ വന്ന് 200 രൂപയ്ക്ക് കേൾക്കൂല സാറേ, 100 രൂപയ്ക്കാ. ഒരു കുട്ട 6300 രൂപ ഇരിക്കുന്നതാണ്. 6300 രൂപ നമ്മളെ ഈ കടപ്പുറത്ത് കടലിൽ നിന്ന് കൊണ്ടുവന്ന് ലേലം വിളിച്ച് കൊണ്ടുവന്ന മീനാണിത്. അതിൽ 1 രൂപ കൂടെ സാറേ ഞങ്ങൾക്ക് കുറച്ച് തരത്തില്ല. ഇത് പച്ച മീനാണ്. പച്ചമീൻ. ഓക്കെ, അത് പറഞ്ഞാല് നമ്മളപ്പം പാട്രിക് പെരേര തുടരുന്നുണ്ട്. ഇവരൊക്കെ പറയുന്ന ഒരു പ്രശ്നം, ഇവിടെ ഈ മറ്റു തീരങ്ങളിൽ പോകുന്നവർക്കൊക്കെ മീൻ വളർത്തി മീൻ കിട്ടുന്നുണ്ട്, നമുക്ക് മാത്രം ഈ തീരത്തിനോട് എന്താ ഇത്ര അനീതി എന്നൊക്കെ പറയുന്നത്? നോർമലി ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറയുന്നത് ഡ്രൈ ആണ്. ഫെബ്രുവരി മാർച്ച് സാധാരണ മീൻ കൂടുതലുള്ള സമയമല്ല. എന്നാൽ പോലും ഇപ്പൊ ഉൾക്കടലിൽ പോയി മീൻ പിടിക്കഴിഞ്ഞാൽ വലിയ എക്സ്പെൻസീവ് ആണ്. ആ എക്സ്പെൻസ് പിന്നെ കവർ ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവര് പോയി പിന്നെ 18 നാട്ടിക്കൽ മൈൽ അപ്പുറത്ത് പോയി അവർ മീൻ പിടിക്കുമായിരുന്നു. പക്ഷെ അവർക്ക് പോയി കഴിഞ്ഞാൽ ടോട്ടലി വരുന്ന എക്സ്പെൻസും അവർക്ക് കിട്ടുന്ന മീനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ഇവിടെ വരാത്തത്. ഒരു വാക്കുകൂടെ എന്താ ചേച്ചി? ഒരു പെൻഷൻ കൊടുത്തോണ്ടിരുന്ന പാവങ്ങൾക്ക് ആ പെൻഷൻ വരെ കൊടുക്കുന്നില്ല സാറേ. 6 മാസത്തെ പെൻഷൻ കൊടുക്കണം. ഈ ഗുളിക മേടിക്കേണ്ടവരെന്ത് ചെയ്യും? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടവരെന്ത് ചെയ്യും? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. പെൻഷൻ കിട്ടാത്തവര് നിങ്ങൾ പരാതി പോയില്ലേ? ഒരുപാട് പേര് പരാതി കൊടുത്തു സാറേ. അവരുടെ ഫണ്ടിന് പണം ഇല്ലെന്ന് പറയുന്നു. ഞങ്ങള് പാവങ്ങൾ എന്ത് ചെയ്യണം സാറ് പറ? ഞങ്ങൾ പാവങ്ങൾ ആർഭാടങ്ങൾക്കൊക്കെ പൈസ ഉണ്ട്. അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉണ്ട്. പിന്നെ മന്ത്രിക്ക് 1.5 കോടി 70 കോടിയൊക്കെ കൊടുക്കാൻ വേണ്ടിയുണ്ട്. 2 കോടി കൊടുക്കാനുണ്ട്. പാവങ്ങൾക്ക് കൊടുക്കുന്ന പിച്ച കാശ് കൊടുക്കാൻ വേണ്ടി അവർക്കില്ല. ഇതാണ് ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെട്ട്, സത്യമാണ് സാറ് പറയുന്നത്.
പറയുന്നത്. നേരെ ഇന്ന് 5 മണിക്ക് ഓടി ഇവിടെ വന്നാ ഞങ്ങൾ പോകുമ്പോ 6-7 മണിയാവും വീട്ടിൽ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഇന്ന് 10 രൂപ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കിട്ടിയില്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് വെച്ചു കൊടുക്കണം. പാവങ്ങളാണ് സാറേ, ഞങ്ങൾ എങ്ങനെ ഇട്ട് ദ്രോഹിക്കരുത്. അവർക്ക് ഇലക്ഷൻ വരുമ്പോ ഞങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കണം. ഞങ്ങൾ എങ്ങനെ ചെയ്തു കൊടുക്കും സാറ് പറ? ഞങ്ങളെ കൊണ്ട് വോട്ട് പഠിച്ചിട്ട് അവരുടെ കുടുംബം വളർത്തുന്നു, അവരുടെ ആൾക്കാരെ വളർത്തുന്നു. ഞങ്ങൾ പാവങ്ങൾക്കാ തരുന്നു. ഞങ്ങളെ പോലുള്ളവർക്ക് 10 പേർക്ക് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് തോന്നാം, അയ്യോ ഇന്ന ആള് ഇന്നത് ചെയ്ത് നമുക്ക് അവർക്കത് വോട്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാരണം. ഇത് ഇലക്ഷൻ വരുമ്പോ ഒരു 5 കിലോ അരിയും കൊണ്ടുവരും. അത് കഴിയുമ്പോ ഒരു വട്ടം സോപ്പ് കൊണ്ടുവരും കുളിക്കാൻ വേണ്ടി, കുളിച്ചിട്ട് പോകാൻ വേണ്ടി. പിന്നെ അത് കഴിയുമ്പോ ഒരു കോറ മല്ല് ഇതിന്റെ തുണി കൊണ്ടുവരും, ഇത് ഉടുത്തിട്ട് പോകാൻ വേണ്ടി. പിന്നെ ഒരു വലിയൊരു ഉടുപ്പ് കൊണ്ടു തരും, അത് ഇട്ടിട്ട് പോകാൻ വേണ്ടി. എന്തിന്? അവിടെ ചെന്ന് നമ്മൾ വോട്ട് ചെയ്യണ്ടേ? മാന മര്യാദക്ക് നിൽക്കണ്ടേ സാറേ? ഇതാണ് അവരുടെ രീതി. ഇനി വോട്ട് ചെയ്യാൻ വോട്ട് ചോദിച്ചപ്പോൾ ഇതുപോലെ അങ്ങ് പറഞ്ഞേ. എന്റെ മൈക്കിന് മുമ്പിൽ പറഞ്ഞില്ല അതുപോലെ. സാറേ ഇതുപോലെ പറയൂല സാറേ, ഇത് നിങ്ങളടുത്ത് പറഞ്ഞതാണ്. വോട്ടിന് വരുന്നവർക്ക് വേറെ പ്രത്യേകിച്ച് വേറെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇതിനപ്പുറത്തായിരിക്കും സത്യമാണ് സാറേ, ഞങ്ങളുടെ വിശപ്പാണ് ഇത് പറയുന്നത്, ഞങ്ങളുടെ പട്ടിണി ദാരിദ്ര്യമാണ് പറയുന്നത്, ഞങ്ങളുടെ വേദനയാണ് ഇത് പറയുന്നത്. അല്ലാതെ ഞങ്ങളുടെ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, ഞങ്ങളുടെ വേദനയാണ് സാറേ പറയുന്നത്. ഈ 6 വർഷമായി എന്റെ ഭർത്താവ് ജോലിക്ക് പോകാതെ വീട്ടിലായിട്ട് ഞാൻ ഈ ജോലി ചെയ്താണ് ഞങ്ങളുടെ 2 പേരുടെ കാര്യം കഴിയുന്നത്. ഇതിന് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടമാണ് സാറേ. ഞാൻ ഉള്ളതാണ് സാറേ പറയുന്നത്. മക്കളുണ്ടെന്ന് പറഞ്ഞു നമുക്ക് അവർക്ക് ആരെങ്കിലും കൊടുക്കണം. അവരുടെ ജീവിതമേ കഞ്ഞിയുടെ വെള്ളം പോലെ കിടക്കുന്നു. പിന്നെ അതിന്റെ അപ്പുറത്ത് കാപ്പി വെള്ളമായിട്ട് കിടക്കുന്നു ഞങ്ങള്. ഇതേ ഉള്ളൂ. എന്റെ പേര് കാർമൽ. ഓ സാറിന് ഈ പേര് എവിടെയും പറയാം. കാർമൽ. ഓക്കെ, കാർമൽ ചേച്ചിയുടെ പരാതി ജനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ അധികാരികളും കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. എന്റെ മക്കൾക്ക് ഒരു രൂപ എടുത്ത് ഞങ്ങൾക്ക് തരേണ്ട നിവർത്തി ഇല്ല. ഒരു ലോൺ മേടിക്കുമ്പോ ആ ലോണുകാർക്ക് പണം കൊടുക്കണം, മാസം തോറും ആഴ്ച തോറും. അത് കൊടുക്കാൻ വേണ്ടി കർണം അറിയുന്നു. അതുകൊണ്ടൊന്ന് മീൻകാർക്ക് കൊടുത്തു കഴിയുമ്പോ പിന്നെ അതിലൊന്നും ഇല്ല സാറേ ഞങ്ങൾക്ക്. ഞങ്ങൾ അത്ര കഷ്ടത്തിലാണ് സാറേ ഞങ്ങൾ ജീവിക്കുന്നത്. അന്നേരം അന്ന് തിന്നാൻ പറ്റുന്നില്ല. നമ്മള് വായിൽ കൊണ്ടുപോകണ ആഹാരത്തിൽ തിന്നോണ്ടിരിക്കുമ്പോ നാണം കെട്ടവളെ പൈസ കൈയടിയെന്ന് അവര് കയറി തൂങ്ങുകയാണ് ചെയ്യുന്നത്. അവര് വിഷം കഴിക്കുകയാണ് ചെയ്യുന്നത്. നാണക്കേട് കാരണം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? അതൊക്കെ ആര് കാരണം? ഈ മന്ത്രിമാര് കാരണമാണ്. ആര് വന്നാലും മാറി വന്നാലും കാര്യമൊന്നുമില്ല എന്നല്ലേ? മതി സാർ. ഓക്കെ, ശരി. എന്തായാലും ഈ വലിയ രോഷം ഉണ്ട്. അത് ഈ സ്വാഭാവികമായിട്ടുള്ള രോഷമാണ്. രാവിലെ മീൻ വാങ്ങാൻ ഇറങ്ങിയതാണോ? രാവിലെ മീൻ വാങ്ങാൻ ഇറങ്ങിയതാണ്. ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ? സ്ഥിരമായിട്ടായിരുന്നു. എവിടെ വരുന്നു? അടുത്തന്നെ ശങ്കുമോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വലിയ തുറയിലെ മാർക്കറ്റിൽ ഫ്രഷ് മീൻ എന്നുള്ളൊരു പ്രത്യേകത എല്ലാരും പറയും. ഇവിടെ വലിയ തുറയില് പുറത്തുള്ള മീൻ ഇവിടെ വരാറില്ല. ഇവിടെയുള്ള മീനുകൾ തന്നെയാണ് വരാറ്. ഇതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും അല്ലെ? ഫ്രഷ്നെസ് ഉണ്ട്, ഡയറക്റ്റ് വരെയല്ലേ. അതാണ് ഈ ഐസ് ഇല്ല അല്ലെ? ശരി ശരി. അപ്പോ ഹൈക്കോടതിയിൽ രക്ഷപ്പെട്ടു. അതെന്തായാലും നമ്മള് ഇവിടുത്തെ വലിയ തുറയിലെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് കണ്ടത്. ആരാണ് കടലിനെ കുറിച്ചുള്ള പാട്ടോ? കടലിനെ കുറിച്ചുള്ള ഒരു പാട്ട്. ചേച്ചി, കടലിനെ കുറിച്ചൊരു പാട്ട് വേണമെന്ന് പറയുന്നു. ആര്? മാർട്ടിൻ ചേട്ടനാ? മാർട്ടിൻ ചേട്ടൻ എന്റെ ഫ്രണ്ടാണ്. അതെ, നമ്മള് കൊച്ചിലെ മുതലുള്ള ഒരു കളിക്കൂട്ടുകാരും നല്ലൊരു ഫ്രണ്ടുമാണ്. അപ്പൊ അവൻ വന്നിങ്ങനെ പാടാൻ വേണ്ടി പറഞ്ഞു. ശരിക്കും കടലിനെ കുറിച്ച് എനിക്ക് പാടാൻ അറിയില്ല. എന്താ പറയുക, കടലിനെ കുറിച്ച് ആദ്യം എനിക്ക് എന്തെങ്കിലും ഒരു ഞാൻ ക്ലൂ തരാം. അപ്പോഴേക്ക് ഞാൻ ഒരു ബ്രേക്ക് പോയിട്ട് വരാം. അപ്പോഴേക്കും ആലോചിക്കാൻ സമയം തരും. 3 മിനിറ്റ് ആലോചിക്കാൻ സമയം തരട്ടെ? ഓക്കെ. അപ്പൊ നമുക്ക് ഡാൽ ചേച്ചിക്ക് ആലോചിക്കാൻ സമയം വേണം 3 മിനിറ്റ്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുക്കുന്നു. മോർണിംഗ് വൈബ്സ് തിരികെ എത്താൻ ഒരു വിലക്ക് ശേഷം. അപ്പൊ മോർണിംഗ് വൈബ്സ് വീണ്ടും ചേരുകയാണ് വലിയ തുറയിൽ നിന്ന്. ഞാൻ ആദ്യം ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഡാലി ചേച്ചി നമ്മുടെ അടുത്തൊരു സാവകാശം ചോദിച്ചിരുന്നു. ഡാലി ചേച്ചി ആലോചിച്ചോ? ഒരു പാട്ട് പാടാനാണ് ആഗ്രഹം. പക്ഷെ എനിക്ക് കടലിനെ കുറിച്ചോ കടലമ്മയെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ എനിക്ക് അറിയില്ല. സിനിമ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പാടാം. അപ്പൊ ഞാൻ പാടിത്തരാം. കനന ചാലയിലാടുമിക്കാൻ ഞാനും വരട്ടെ കടലമ്മേ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മാറന്നൊന്നും കടലമ്മേ ചെയ്തു കൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ കടലമ്മേ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം
നിന്നൂടെ എന്നൂടെ മീൻപിടുത്തം. ഓരോരോ വാക്കിനുള്ളിൽ ഓരോരോ കടലമ്മ കയറ്റിയല്ലേ? അത്രേ ഉള്ളൂ, എനിക്ക് ഇത്രേ അറിയൂ. അടിപൊളിയാ. ശരിക്കും കേട്ടുന്നത് ഈ പാട്ടിൽ ഞാൻ കേട്ടുന്നത് ഇവിടുത്തെ ലേലക്കാരെയൊക്കെയാണ്, പിന്നെ എന്റെ ബോയ് ഫ്രണ്ടിനെയൊക്കെയാണ്, പിന്നെ എന്റെ ഫ്രണ്ടിനെയാണ്. ഇതൊക്കെയാണ് ഈ പാട്ടിന്റെ ഇടയിൽ ഞാൻ കേൾക്കുന്നത്. പക്ഷെ ഇന്ന് കടലിനെ കുറിച്ച് നിങ്ങൾ കേൾക്കാൻ വന്നപ്പോ ആ കടലമ്മേനെയാണ് ഡാൻസിന്റെ പാട്ട് ഈ രാവിലെ ഒരു പക്ഷേ വലിയൂറിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു വൈബ് തന്നെയാണ്, വേറെ വൈബാണ്. നമുക്ക് ഇവരുടെ വർത്തമാനം കേൾക്കാൻ തന്നെ എല്ലാത്തരം രസമാണ്. എന്നെ ഇങ്ങനെ മാടി വിളിക്കുന്നതാണ്, എന്തോ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് പറയേണ്ട, ഞങ്ങളുടെ അവകാശപ്പെട്ടത് ഈ മത്സ്യതീരമാണ്. ആ മത്സ്യതീരത്തിന്റെ പാലം നഷ്ടപ്പെട്ടിട്ട് വർഷം 5-6 കഴിഞ്ഞു. ഇതിലെന്താണ് ഇവർ ചെയ്യുന്നത്? ഇവരെന്തുകൊണ്ട് ഈ പാലം കെട്ടി തരാത്ത കാര്യമാണ്. ഞങ്ങളുടെ കുട്ടികളും ഇട്ട് ഞങ്ങളുടെ കിഴവന്മാർ വരെ പോയി ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വലിയതുറ പാലം. ഇത്രയും വർഷകാലം കൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നത്? ഈ പാലം റോഡിന്റെ മുകളിൽ വേണ്ടാത്ത വേസ്റ്റ് ഉപ്പേ കിടക്കുന്ന റോഡുകളെല്ലാം ശരിയാക്കി എടുക്കുന്നു. അപ്പൊ അവർക്ക് അതിന് അനുവാദം കിട്ടുന്നുണ്ട്. കർക്കിടക സമയത്ത് ഈ പാലമാണ് മത്സ്യത്തൊഴിലാളിക്കുള്ളത്. വോട്ട് വരുമ്പോ മാത്രം പറയാം, ഞങ്ങളിതാ അനുഭവിച്ചു കഴിഞ്ഞ കാശ്. ഉടനെ പാലം കേട്ടോ, ഒരു 6 മാസത്തിന് മുമ്പ് ഒരാളെ കൊണ്ടുവന്നിങ്ങനെ സ്ക്രീനിലിട്ട് കാണിച്ചു. എന്നിട്ട് ആ പാലം കെട്ടാൻ വേണ്ടിയുള്ള തീരുമാനം ഇവരെ വെക്കുന്നില്ല. മത്സ്യത്തൊഴിലാളി എങ്ങനെ ജീവിക്കുമെന്നാണ് ഒന്ന് ചോദിക്കുന്നത്. നമുക്കെന്തായാലും ഇത് ശ്രദ്ധയിൽപ്പെടുത്തണം. 7 മാസമായി ജനങ്ങൾക്ക് പെൻഷൻ തരാതെ. പെൻഷൻ പറഞ്ഞു ചേച്ചിമാര് പറഞ്ഞു പെൻഷൻ കിട്ടിയിട്ടില്ല. 7 മാസമായി. 7 മാസമായി. വലിയ പ്രശ്നമാണ്. ഒന്നോടും തോന്നിയില്ലേ? അതെ, നമ്മളെ വീട് നഷ്ടപ്പെട്ട് 4.5 വർഷമായി ഗോഡൌണിൽ കഴിഞ്ഞു. ഇന്നിപ്പോഴും 2 മാസം കൊണ്ട് വീട്ടുവാടകൾ തരാതെ ഞങ്ങളെ വീട്ടു വാടക വീട്ടുകാർ ഞങ്ങളെ ഇറക്കി വിടുന്നു. ഞങ്ങൾ ഇവർക്ക് കൃത്യമായിട്ട് ഇവർ കാശിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഗവൺമെന്റ് നിങ്ങളോടെ സഹായിക്കണം. നമുക്ക് സഹായിക്കാൻ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തും ഉറപ്പായിട്ടും. ഗോഡൌണിൽ തല്ലിപ്പെട്ടിട്ട് ഞങ്ങൾ ആശ്രയിച്ച് വീണ്ടും ഞങ്ങൾ ഇതിന്റെ അകത്ത് കിടക്കേണ്ടി വരും. കൃത്യമായിട്ട് ഞങ്ങൾക്ക് വാടക കാശ് കിട്ടിയില്ല. വേറെ മാർഗമില്ല. 4.5 വർഷം കൊണ്ട് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട സ്ഥാപനമാണ്. അവര് ആ ഡി പറഞ്ഞെന്നറിയാ, ഞാൻ ഉറപ്പ് തന്നു. പക്ഷെ ഇവര് ഒന്നിനും വേണ്ടി ഇറങ്ങുന്നില്ല. 2 മാസം കൊണ്ട് ഞങ്ങൾക്ക് വീട്ടുവാടക പോലും തരുന്നില്ല. 7 മാസം കൊണ്ട് പെൻഷനില്ല. ഒന്നാമത്തെ മെയിൻ ഇത് എനിക്ക് ഈ പാലം കെട്ടിയത് ഞങ്ങളെപ്പോലുള്ള ഈ അമ്മമാര് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു വെച്ച് ഞങ്ങളുടെ ജീവിതം കഴിക്കുന്നത്. അമ്മ ഞങ്ങൾക്ക് അതിനകത്ത് എനിക്കൊന്ന് മറുപടി ഞാൻ പരമാവധി ശ്രദ്ധയിൽപ്പെടുത്താം. അതാണ് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും. നമ്മൾ ന്യൂസ് 18 കേരളം കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വലിയതുറയിലെ കാഴ്ചകൾ അത് അവസാനിക്കുന്നില്ല. ഇങ്ങനെ ഇപ്പോഴും ഇത്ര സജീവമായിട്ട് രാവിലെ ഇറങ്ങാൻ എല്ലാ ദിവസം വരാറുണ്ടോ? നമ്മൾ 6 മണിക്ക് വരും. 6 മണിക്ക് വരും അല്ലേ? ഇനി ഇവിടെ മീൻ വെട്ടുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണോ? ഓഹോ, ഇങ്ങനെ ഈ കത്തിയൊക്കെ മൂർത്തെടുക്കുന്ന ഇതൊന്നും കുറെ നാളായി കണ്ടിട്ട്. അവിടെ ചേട്ടൻ വിളിക്കുന്നു. എന്താണ് ഇതാരാണോ വലിയതുറയിൽ ആരാണ്? ഷൈജു മോനാണ്, മുൻ ഇന്ത്യൻ ജൂനിയർ പ്ലെയർ ആണ്. ഓക്കെ, വലിയതുറയിലെ എസ് ബിയുടെ പ്ലെയർ ആണല്ലേ? വലിയതുറയിന്റെ മറ്റൊരു ഫുട്ബോൾ പ്ലെയർ ആണല്ലേ? ഓക്കെ, ആണ്. സന്തോഷം കളിച്ചില്ലേ? ഏത് വർഷം? 2015. ഓക്കെ, കൊള്ളാം. അപ്പൊ അതായത് ഇവിടെ എങ്ങനെ ഇപ്പൊ ഫുട്ബോളൊക്കെ കുറഞ്ഞല്ലോ? ഇപ്പൊ കുറഞ്ഞു. മൊത്തം കടലെടുത്ത് ഗ്രൗണ്ടൊക്കെ പോയി അല്ലേ? അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ്. ശരി ഷൈജു, താങ്ക് യു. എങ്ങനെ ഉണക്കമീനൊക്കെ എന്താ വില? സഹായമുണ്ട് പോലെ സഹായമുണ്ട്. ഇതൊക്കെ 50 രൂപയുള്ളൂ. 50 രൂപയുള്ളോ? അതൊക്കെ അതാണ്. ഇതെന്ത്? അത് കൊഞ്ചുപൊടി. കൊഞ്ചുപൊടി. അത് പരവ. ഇത് ആവോലി. ആവോലി, അയില, വാള, മകര. ഈ മീനൊക്കെ ഇവിടെ തന്നെ എടുത്തിട്ട് ഉണക്കുന്നതാണോ? അത് പുറത്തുനിന്ന് വാങ്ങും? ചേച്ചി തന്നെ ഉണക്കി എടുക്കുന്നുണ്ടോ? ധൈര്യമായിട്ട് കഴിക്കാം. ആണല്ലേ? ഓക്കെ. ഇവിടെ പറയുന്നത് കറുവാട് അല്ലേ? കറുവാടെന്നല്ലേ പറയും? കറുവാട്. ഉണക്കമീൻ. ഫുട്ബോൾ പ്രേമികളും ഇഷ്ടംപോലെ കൂട്ടുകാരും എല്ലാവരും സുഹൃത്തുക്കളും ഇഷ്ടംപോലെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വലിയറയിലുള്ള പയ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിവിയിൽ കാണാൻ ഡെവലപ്പുള്ള പയ്യന്മാരെന്ന് ഇവിടെ ഉണ്ട്. നല്ല ഫുട്ബോൾ പ്രേമി എന്ന് പറഞ്ഞാൽ വലിയ ഫുട്ബോൾ പ്രേമാണ്. അതെ, പ്രേമിയാണ്. ഫുട്ബോൾ നല്ല സൂപ്പറാണ് എന്ന് പറഞ്ഞാൽ കണ്ടോണ്ടിരിക്കാനും കേട്ടോണ്ടിരിക്കാനും അടിപൊളിയാണ്.
പിന്നെ അമ്മ മീൻ ഇവിടെ നിന്ന് മേടിക്കും, ടെറസിന്റെ മേളിൽ നിന്ന് ഉണക്കി അടിപൊളി കരുവാടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ അമ്മ വെക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡെവലപ്പ് സാധനമാണ്. നന്നായിട്ട് നോക്കിയൊക്കെ ഉണക്കി വെക്കുന്നത്. അതെ, ഉണക്കി ടെറസിന്റെ മേളിൽ നിന്ന് ഉണക്കി നല്ല അടിപൊളിയായിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോ എന്തായാലും ഇത് വലിയതുറയിലെ മറ്റൊരു സ്ഥലം, മറ്റൊരു കാഴ്ച. രാവിലെ തന്നെ സജീവമായിട്ടുള്ള മറ്റൊരിടമാണ്. വലിയതുറക്കാർക്ക് ഇതാണ് നേരത്തെ പറഞ്ഞ കേരള മാരിടൈം ബോർഡിന്റെ ഓഫീസ്. ഇതെന്താണ് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാം ഈ മാരിടൈം ബോർഡിന്റെ ഒരു ബിൽഡിങ്ങിന്റെ ഒരു അവസ്ഥ നോക്കുക. അതിനകത്ത് ഇപ്പോഴും ഉദ്യോഗസ്ഥരുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നശിച്ചു കിടക്കുന്നത് എന്നുള്ള തരത്തിൽ യാതൊരു വ്യക്തതയില്ല. എന്നാലും ഇതുവഴിയാണ് പാലത്തിലേക്ക് കടക്കാനുള്ള വഴി. പക്ഷെ അവിടെ ഇപ്പോൾ പ്രവേശനമില്ല. അതിൽ പ്രത്യേക അനുമതിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് മാത്രമേ അതിലേക്ക് പ്രവേശനമുള്ളൂ. അതാണ് വലിയതുറ പാലത്തിലേക്ക് പോകാനുണ്ടായിരുന്ന ഗേറ്റ്. ആ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ആ ഗേറ്റിന് അപ്പുറത്തേക്ക് കിടക്കാൻ നമുക്ക് യാതൊരു പെർമിഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. മാർട്ടിൻ ചേട്ടാ, അവിടെ എന്താണ്? അവിടെ ഒരു വല ഒതുക്കിയാണ് വൈകിട്ട് പണിക്ക് പോകാനുള്ള ചൂണ്ടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കുന്നതാണ് അവിടെ കാണുന്നത്. ഓക്കെ, അവിടെ പോയാൽ അത് കാണാല്ലേ. ഓക്കെ, ഇത് ഈ മാരിടൈം ബോർഡിൽ ഇവിടെ ഉദ്യോഗസ്ഥരുള്ളതാണ്. ഇത് ഒരു വലിയ പ്രേതാലയം പോലെ കിടക്കുന്നുണ്ടല്ലോ. അതെ, അതൊക്കെയാണ് പറയുന്നത്. വലിയതുറയിൽ ഇങ്ങനെ വലിയൊരു ഓഫീസ് ഉണ്ടായിട്ട് പോലും അതുപോലും വേണ്ടത്ര ശ്രദ്ധയിൽ കൊണ്ടുപോകാതെ എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അന്ന് പറഞ്ഞ പോലെ ഇത് സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശത്ത് പോലും ഇങ്ങനെ എന്തുകൊണ്ട് അവഗണന എന്നുള്ള കാര്യമാണ് ഞങ്ങളെ വലിയതുറക്കാരെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ വലിയ മുതൽ മുടക്കിൽ പണിത ഒരു സ്ഥലമാണല്ലോ. ഈ ബിൽഡിങ്ങിന് തന്നെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി 150 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതേപോലെ പാലത്തിനും നമ്മുടെ MLA മുൻ മന്ത്രിയായിരുന്ന ആന്റണി സാർ പറഞ്ഞത് ഈ പാലത്തിനും ഇതിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ പണികളോ ഇതോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഒരു ഡേറ്റും പറഞ്ഞിട്ടും അതിനെക്കുറിച്ച് യാതൊരു ഇതും കാണുന്നില്ല. ആ ഒരു പ്രവൃത്തി നടക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ കാണുന്നില്ല. അതെ, ചൂണ്ടയ്ക്ക് പോകാൻ വേണ്ടി ചൂണ്ട കൊരുക്കുന്നതാണ് അല്ലേ? ഓക്കെ, എന്റെ ഒരു പ്രോസസ് ഉണ്ട്. 2 കാലം നടത്തി വെച്ച്. അതെ ചേട്ടാ, ഞാൻ വന്നോട്ടെ? കുഴപ്പമില്ല. നമ്മൾ രാവിലെ വലിയതുറയിലേക്ക് ഒരു വിശേഷമൊക്കെ കയറി. ഇത് ചൂണ്ട ഇടാനുള്ള ശ്രമത്തിലാണല്ലേ? എപ്പോ പോവും? ഒരു 3 മണിക്ക് പോകും. 3 മണിയൊക്കെ ആകുമ്പോ പോവും. ഓക്കെ, അപ്പോ ഇതിങ്ങനെ ഇത് എത്ര നീളമുള്ള വള്ളിയാണ് ചൂണ്ടയ്ക്ക്? ഒരു മാറിനാണ് കെട്ടിവിടുന്നത്. കെട്ടി അടിയിൽ ഒരു ഇരുമ്പ് കെട്ടിവിടും. കെട്ടിവിട്ടിട്ട് ആഞ്ഞോണ്ടിരിക്കുമ്പോ മീൻ വന്ന് ഇരയെ തേടി പിടിക്കുമ്പോ വലിച്ചെടുക്കും. ഇത് ചൂണ്ട, ഇത് ഇര. മീനിന് ഇര കൊടുക്കുന്നത് ഇരതാക്കിയാണ് കെട്ടിവിടുന്നത്. ഈ തിളക്കമുള്ള ഇതിടാനുള്ള കാരണം എന്താ? ഇങ്ങനെ നിൽക്കും. അതാണ് ഇരയാണ്. ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കും. ഈ തിളക്കം കാണുമ്പോ മീൻ വരുമെന്നാണോ? ഇരയെ വന്ന് പിടിക്കും. അതെന്താ? അത് ഇതിൽ മാട്ടിക്കഴിഞ്ഞാൽ പോകത്തില്ല. അത് മാട്ടിക്കഴിഞ്ഞാൽ പോകത്തില്ലെന്ന് പറഞ്ഞത് ചൂണ്ടന്റെ ഈ നാക്ക് കിടക്കുന്നുണ്ട്. ഇത് കയറി ഇങ്ങനെ മാട്ടിയാ പോകത്തില്ല. അതെ, അത് ചൂണ്ട ഇടുന്ന. അല്ല, ഞാൻ എന്റെ സംശയം ഈ തൊങ്ങൽ പോലുള്ള അതെന്താണ്? ഇതാണ് ഇര. കിൽറ്റ്. ഇതാണ് മീനിനുള്ള ഇര. മീൻ അത് കണ്ടുവരും. ഈ വെട്ടം കണ്ടുകൊണ്ട് ഓടി വന്ന് പിടിച്ചോളൂ. പിടിച്ച് ഇങ്ങനെ മാട്ടുമ്പോ നമ്മൾ വലിച്ചെടുക്കും. ഓക്കെ. അപ്പൊ ഇത് എന്തോരമുള്ള മീൻ വരെ നമുക്ക് ഇതിനകത്ത് കൊളുത്താം? വലിയ മീനുള്ളത് വേറെ ചെറിയ മീൻ. ഇത് ചെറിയ അയില, കൊഴിയാള്, കണ്ണം കൊഴിയാള്, ചൂര, ഇതൊക്കെ. നിങ്ങൾ കടലിലൊക്കെ പോയിട്ട് എത്ര മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു ചേട്ടാ? കുഴപ്പമില്ല. എത്ര മണിക്കൂറോളം അവിടെ നിൽക്കും? പോയിട്ട് നാളെ വരും. ഇന്ന് 3 മണിക്ക് പോകും. 3 മണിക്ക് പോയിട്ട് നാളെ രാവിലെ 7:30 8 മണിയൊക്കെ ആവും. ഭക്ഷണമൊക്കെ ആയിട്ട് അങ്ങ് പോകും. അങ്ങനൊക്കെ 8 മണിയാകുമ്പോ കഴിക്കും. ഈ രാത്രി അപ്പൊ ഉറക്കമൊക്കെ കാണില്ല. ഈ പണിക്ക് ഉറക്കില്ല. ഉറങ്ങിക്കുന്ന മീൻ കിട്ടൂല. അല്ല, പകലൊക്കെ കുറച്ചു നേരം അവിടെ ഇറങ്ങണ്ടേ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് ശരീരം ക്ഷീണിക്കില്ലേ? പകല് പിന്നെ വീട്ടിലൊന്നും തന്നെ ഉറക്കം. അല്ലാതെ അവിടെ കടലിൽ പോകുമ്പോ ഉറങ്ങാൻ. പകല് രാവിലെ നിങ്ങൾ ഇത് ചൂണ്ട കൊരുക്കണ്ടേ? ചൂണ്ട കൊരുത്തണ്ട്. ഇപ്പൊ പോകുമ്പോ ഒരു 9 മണിക്ക് മുമ്പേ പോകും. പോയി കാപ്പിയും കുടിച്ചോണ്ട് കിടന്ന് ഉറങ്ങും. അത് എന്നിട്ട് പിന്നെ 3 മണിക്ക് വീണ്ടും എത്തും. ഒരു 4 മണിക്കൂർ ഉറങ്ങും. 5 മണിക്കൂർ കഷ്ടി. അത്ര അല്ലേ? എല്ലാ ദിവസവും അങ്ങനെയാണ്? എല്ലാ ദിവസവും അങ്ങനെയാണ്. അന്റെ ഈ നിങ്ങളുടെ അധ്വാനത്തിനുള്ള മീൻ കിട്ടാറുണ്ട്. ഇപ്പൊ എന്താ അവസ്ഥ? മീൻ കിട്ടും, ചിലപ്പോ കിട്ടത്തില്ല. ഒന്നും കിട്ടത്തില്ല. ഒരുപാട് എല്ലാ ജോലിയിലും റിസ്ക് ഉണ്ട്. ഇവിടെ തന്നെയല്ലേ വെക്കുന്നത്? ഇവിടെ നമ്മുടെ ഇവിടെ അലയാളം വിളിക്കണടുത്ത് വലിയ തന്നെ അല്ലേ? നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾ എങ്ങനെ ഒറ്റ പൊട്ടി പോകുന്നവരാണോ അതോ എങ്ങനെ? ഒരു 2 ബോട്ടില് പോകും. ഒരു ബോട്ടിൽ 4 പേര്, 3 പേര്, 5 പേര്, 6 പേര് വരെ പോകും. ഞാൻ ചോദിക്കുന്നത്, ഈ 2 ബോട്ടിൽ ആൾക്കാർ എങ്ങനെ ഇത്ര ഒരുമിച്ചിരുന്ന് ചൂണ്ട വരക്കുന്ന ആ ഒരു സംഭവം എന്താ? എല്ലാം കൂട്ടുകാരാണ്.
കൂട്ടുകാരെല്ലാം ഉള്ളത് മൊത്തം പൈസ കാശ് മൊത്തം എടുത്ത് ഒന്നുപോലെ ഷെയർ ചെയ്ത് വിടും. അപ്പൊ മീൻ കിട്ടുമ്പോൾ അങ്ങനെ തന്നെയാണോ? നിങ്ങൾ 2 ബോട്ടും കൂടെ ഷെയർ ചെയ്യും. ഒരു ബോട്ടിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ബോട്ടുകാർ ഷെയർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു മുട്ടുവരാത്ത രീതിയിൽ അല്ലേ? ശരി 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 ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഇപ്പോ ഈ വലിയതുറയിലെ മറ്റൊരു കാഴ്ചയാണ്. ഇവരിവിടെ ചൂണ്ട കൊരുത്തുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അല്ലെ? ഇതൊക്കെ ഈ ഇവിടെയൊക്കെ കടലിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന പ്രശ്നമുണ്ടോ? ഇവിടെ കടലിൽ കയറി ആദ്യം ഇവിടെയാണ് പോയത്. ഇവിടെ ഒരു 4 ലെയർ വീട് പോയി. അവർക്കാണ് ആദ്യം ഫ്ലാറ്റ് 196 3 വരി വീട് പോയല്ലേ അങ്ങോട്ടേക്ക്? അതായത് ഏതാണ്ട് ഒരു 3/4 കിലോമീറ്റർ അങ്ങോട്ട് കടലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഇവിടെ ഫുട്ബോൾ ടൂർണമെന്റ്, ഫ്രണ്ട്സ് ഫുട്ബോൾ ടൂർണമെന്റ് ഭയങ്കര അടിപൊളിയായിട്ട് മണലിൽ നടത്തുന്ന ഒരു ടൂർണമെന്റ്. അങ്ങനെ ടൂർണമെന്റ് ഒരു 7th ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ സ്ഥലമായിരുന്നു നമ്മുടെ മണല് കടപ്പുറം മൈതാനത്ത് 7th ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് വർത്താനങ്ങൾ ഈ പറഞ്ഞാലും തീരാത്ത രീതിയിൽ അത് കഷ്ടതയുണ്ട്. ഇപ്പൊ അവര് പറഞ്ഞിട്ടില്ലേ, ഞാൻ അതാണ് പറഞ്ഞത്. ഇവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് പഠനം നടത്താനോ, ഇവര് ഈ 5 മണിക്കൂർ ഉറങ്ങുന്നത് അവരുടെ അധ്വാനത്തിന്റെ ഇതും എല്ലാം കണ്ടിട്ട് ഇവരെ കുറിച്ച് പഠിക്കാനോ ഇവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു സംവിധാനം എന്തായാലും ആരെങ്കിലും ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായം തന്നെ ഉണ്ട്. ഞാനത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതാരും ഗവനിക്കത്തില്ല. എന്നുവെച്ചാൽ ഇവര് മത്സ്യത്തൊഴിലാളി, അവർക്ക് അവരുടെ മെന്റലി ഫിറ്റ് കൊണ്ടാണ് അവർ ഇത്ര നാളും പിടിച്ചു പോകുന്നത്. അതെ, പക്ഷെ എന്നാലും അവർക്കും അവരുടേതായ വീക്ക്നെസ് ഉണ്ടാവും. മനുഷ്യനാണ്. അതെ അതെ ഉറപ്പായിട്ടും. ഈ ഓക്കി വലിയ തോതിൽ ബാധിച്ചൊരു സ്ഥലം കൂടി ഒരുപാട് പേര്. അതൊക്കെ ഇവരോട് ചോദിച്ചവർക്ക് ഒരു നടുക്കുന്ന ഓർമ്മയായിരിക്കുമോ? സംസാരിക്കുമോ? ഓക്കെ കുറിച്ച് ചോദിച്ചു നോക്ക്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ, ഈ ഓക്കി ഉണ്ടായത് ഓർമ്മയില്ലേ? അത് ആ സമയത്ത് ഉണ്ടായിരുന്നു, ഈ ഭാഗത്തുണ്ടായിരുന്നു? ഈ ഭാഗത്തുണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് സംഭവിച്ചായിരിക്കും നിങ്ങളുടെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് കാറ്റിന്റെ ഇതുകൊണ്ടാണ്. അത് ആ കടൽ ഓളം മാറി വന്ന് അതിന്റെ കാലാവസ്ഥ മാറിയാണ് അതിന്റെ ഇത് വന്ന് ഇവിടെ കരയ്ക്ക് വന്ന് ഒരുപാട് ആപത്തുകളൊക്കെ ഉണ്ടായിരുന്നു. എത്ര പേർക്ക് ജീവൻ പോയി? ഇവിടെ ഒരുപാട് പേരിന് ജീവൻ പോയിട്ടുണ്ട്. ഒരുപാട് വള്ളങ്ങളും കരയ്ക്ക് വരാതെ പോയിട്ടുണ്ട്. നഷ്ടപ്പെട്ട് ബോഡികൾ കിട്ടാതെയും പോയിട്ടുണ്ട് ഒരുപാട്. ഏകദേശം ഒരു കണക്കുണ്ടോ? ഏകദേശം കണക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു വള്ളത്തില് 12 ബോഡി, ഒരു വള്ളത്തില് 4 പേരും 5 പേരും 3 പേരും ഒക്കെ പോണ ഇതില് ഇപ്പൊ 10 വള്ളം പോയി കഴിഞ്ഞാൽ 10 വള്ളത്തിന് ആളെ കിട്ടൂല. ചില സമയം 2 ബോഡി കിട്ടും, ബാക്കി 8 വള്ളത്തിലുള്ള ബോഡിയും കിട്ടില്ല. അതുകൊണ്ട് എത്ര പേര് പോയെന്നുള്ള ഒരു കണക്ക് നമുക്ക് ഒരു പിടുത്തം കിട്ടൂല. അല്ല, നമുക്ക് നമ്മുടെ വീടുകളിലെ ആൾക്കാരെ നഷ്ടപ്പെടുമ്പോൾ അതിൽ കണക്കെടുക്കാൻ പറ്റുമായിരുന്നു. അത് കണക്കെടുക്കാം, അങ്ങനെ എടുക്കാം. അങ്ങനെ കണക്കെടുത്തിരുന്നാലും കടലിൽ പോണവരെ കണക്കെടുക്കാൻ പറ്റൂല. അത് എത്ര പേര് വരുന്നത് പോണത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ തീരത്ത് മാത്രമാണെന്നില്ല, വീട്ടിലാണെങ്കിൽ നമുക്ക് കണക്കെടുക്കാൻ പറ്റും. മറ്റേത് കടലിൽ പോണവര് എത്ര പേരാണ് ഇവരാണെന്ന് നമുക്ക് കണക്കെടുക്കാൻ പറ്റൂല. വീട്ടിൽ വന്നാൽ നമ്മളെ ആളായി, വീട്ടിൽ വന്നില്ലെങ്കിൽ കടലിൽ പോക്കാണ്. ഇത്രയോ പറയാൻ പറ്റാതെ വേറെ ഒന്നും പറ്റൂല നമുക്ക്. പിന്നെ അതാണൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും വല എന്തെങ്കിലും ഇവിടെ കൊണ്ടിട്ട് ഉണക്കാൻ നോക്കുമ്പോ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ആർക്കായി മരട്ടേക്കാർക്ക്? ഈ ഞാൻ കാണിച്ചു ഈ മരട്ട ഇല്ലെങ്കിൽ തകർന്നു നടക്കുന്നത് അത് അവരായി കൂടി തകർത്തതാണ്. അവരായി കൂടി ഇതൊക്കെ വാർക്കേണ്ട കാര്യങ്ങളാണ്. കോൺക്രീറ്റ് ചെയ്ത് വാർത്തുവിടേണ്ട കാര്യങ്ങളാണ്. അവർക്ക് ഈ തീരദേശത്ത് ഈ ഷീറ്റൊന്നും ഇടേണ്ട കാര്യങ്ങളൊന്നും ഇതിനുള്ളിൽ ഉദ്യോഗസ്ഥരുള്ളതല്ലേ ഉണ്ട്. അപ്പൊ ഈ മഴയൊക്കെ പെയ്യുമ്പോ ഈ ചോർന്നിരിക്കില്ലേ? പിന്നെ ഇത് വീണ്ടും മെയിൻ്റെനൻസ് ചെയ്ത് അവർക്ക് കാശ് ഉണ്ടാക്കും, അവർക്ക് കാശ് കിട്ടും. അതിനുവേണ്ടിയുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ ഇതാണൊക്കെ വാർത്ത വിട്ടാൽ അത് കിടക്കൂലേ, ഒറ്റ പണിയിലായി തീരൂലേ. ഇത് 2ാമത്തെ പണിയായി, പിന്നെ ചെയ്യാൻ പോകുന്നത് 3ാമത്തെ പണിയാണ്. ഇത് പണി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കാശുകൾ കിട്ടും. നമ്മളിവിടെ വലയിടുമ്പോഴത്തേക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ വലയിട്ട് ഉണക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളൊക്കെ ഇതൊക്കെ എടുത്തു മാറ്റണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയവർ ഇപ്പോഴും ഉടക്കാണ് അവര്. ഇപ്പോഴാണ്ട് ഒരു വള്ളം വേണ്ട പണിക്ക് പോകാത്ത ഒരു വള്ളം ഇവിടെ കൊണ്ട് വെക്കാൻ പോയപ്പോ അവര് പറഞ്ഞു ഇവിടെ വെക്കേണ്ടെന്ന് പറഞ്ഞു. എന്താ അറിയത്തില്ല, അവർക്ക് എന്ത് ബുദ്ധിമുട്ടാന്ന് നമുക്കറിയില്ല. ശരി, അവര് സെക്യൂരിറ്റി വന്ന് കുറച്ചു നേരം ഒരു അരമണിക്കൂറുണ്ട്. അതുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണത്. ഇവിടെ വെക്കാൻ പോയ വള്ളം എടുത്ത് തിരിച്ച് നമ്മൾ അവിടെ വെച്ചിരിക്കുകയാണ്. വെക്കാൻ പോയപ്പോ അവർക്ക് ബുദ്ധിമുട്ടാണ്. പാമ്പാണോ? പാമ്പ് കാട് അതാണ്. ഈ കാടൊക്കെ വെട്ടിത്തെളിക്കാതെ ടീം ഇവിടെ പാമ്പ് കയറുന്നുണ്ട്. ആൾസഞ്ചാരമുള്ള സമയം ഇവിടെ ഈ കാടൊന്നും ഉണ്ടാവില്ല. അതിനൊരു കാട് പിടിച്ചെടുക്കുന്ന ഒരു ഏരിയ ആണ്. ഇതിപ്പോ ഈ മാരിടൈം ബോർഡിന്റെ ഓഫീസാണ്. പക്ഷെ ഇതിന്റെ മുൻവശം കാണുക ഇങ്ങനെ കാട് പിടിച്ച്, അതിനേക്കാൾ ഉപരി ആ ബിൽഡിംഗ് നോക്കണം. ബിൽഡിംഗ് ഇതിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നാൽ അത്ഭുതം തോന്നുന്നു. നമ്മൾ മഴയത്തൊക്കെ ഈ കടൽ തീരത്ത് ഈ ഉപ്പ് കാറ്റൊക്കെ ഉള്ള സ്ഥലത്ത് ഇത്തരത്തിൽ ഷീറ്റ് പാടില്ല അല്ലേ? അപ്പൊ എന്താണേലും പാമ്പ് അല്ലേ? ഓക്കെ, എന്താണേലും ഹരി, നമുക്ക് ആ ചൂണ്ടവള്ളി
ചവിട്ടർ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ വലിയ തുറയിലെ കാഴ്ചകൾ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ എത്ര പറഞ്ഞാലും കഴിയില്ല. അതിഥി തൊഴിലാളികളില്ലാത്ത ഒരു മേഖലയാണല്ലോ തൊഴിൽ. ഇതെന്താ ചേട്ടത്? പാമ്പിനാക്കിട്ട് കള. ചേട്ടൻ പാമ്പിനെ പൊക്കി പിടിച്ചിട്ട് വന്നിരിക്കണം. കണ്ട് മനസ്സിലായി. എന്താണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഈ വലിയ തുറക്കാരുടെ ജീവിതം. ആ ജീവിതത്തിലെ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ അധ്വാനം നടത്തുന്നുമുണ്ട്. ഇതൊക്കെ അവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ പഠിക്കാൻ, അല്ലെങ്കിൽ അതിന് ശ്രദ്ധ കൊടുക്കാൻ, ചെവി കൊടുക്കാൻ ഇനിയെങ്കിലും കഴിയട്ടെ, സാധിക്കണമെന്ന് ഒരു അഭ്യർത്ഥന മാത്രം വെച്ചുകൊണ്ട് മോർണിംഗ് വൈബ്സ് ഇവിടെ പൂർത്തിയാക്കുകയാണ്. വീണ്ടും മോർണിംഗ് വൈബ്സ് നാളെ കാണാം. ബൈ. വാണിയമ്പലത്താണ്